മാത്രമേ കഴിയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല ഈ ജോലി ചെയ്യാൻ? ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, ഇല്ല, ഒരാള് പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ വെള്ളം ചുമന്നു കൊണ്ടുവരാൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ചുമട് മുഴുവനും ഞാൻ എടുത്തുകൊള്ളാം. അലി റളിയല്ലാഹു തആല അതിനെ വാങ്ങി തലയിലേക്ക് വെച്ചു, രണ്ടു പാത്രവും വാങ്ങി കയ്യിലേക്ക് വെച്ചു, എന്നിട്ട് നടന്നു പോവുകയാണ്. ഈ ചെയ്യുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പലർക്കും അറിയില്ല. ചെയ്യുന്നത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പലർക്കും അറിയില്ല. ഇങ്ങനെ സേവനം ചെയ്യണം, ദീനിന്റെ പ്രവർത്തകർ ഇങ്ങനെ സേവനം ചെയ്യണം. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരായ മന്ത്രിമാരുമായി ബന്ധമുള്ളവരുണ്ട്. അതൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ നാടിനു വേണ്ടിയും വീടിനു വേണ്ടിയും സമുദായത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ ഇച്ചിരി ഉപയോഗപ്പെടുത്തണം. സ്വന്തം ഒരു മന്ത്രിയുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങി സ്വന്തം പൊട്ടലിക്കാതെ നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ടവരുണ്ടല്ലോ, അവരെ സഹായിക്കണം എന്നൊരു ചിന്ത നമുക്ക് വരണം, അല്ലേ? അതിനൊക്കെ പാണക്കാട് കുടുംബത്തിന്റെ സൂര്യ തേജസ്സിനപ്പുറം ലോകത്തൊരാളെയും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹു ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അല്ലാഹു മർക്കദ് ഹോറുകളുടെ പൊരുത്തം നമുക്ക് തരട്ടെ. ഞാനൊരു ലീഗുകാരനായിട്ട് പറയുകയാണെന്ന് കരുതരുത്. അതിനു വേണ്ടി ദുആ ചെയ്യുമ്പോൾ TDP-കാരനും പാണക്കാടിനെ കുറിച്ച് പറയുമ്പോൾ ലീഗുകാരനുമാക്കി നിങ്ങൾ എന്നെ ചിത്രീകരിക്കരുത്. പണ്ഡിതന്മാരെയും അഹ്ലു ബൈത്തിനെയും എന്നും നമ്മൾ ആദരിച്ചേ പറ്റുകയുള്ളൂ, എന്നും ഞങ്ങൾ ആദരിച്ചേ പറ്റുകയുള്ളൂ. ഈ കെ സമസ്തയുടെ 101% താല്പര്യവും പ്രവർത്തനവും നടത്തുന്ന, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള മഹത്വങ്ങളെ ഇഷ്ടപ്പെടുന്ന പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഉദ്ഘാടനത്തിന് വന്നത് AP സമസ്തയുടെ ഖലീൽ ബുഖാരി തങ്ങളാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ആലിമീങ്ങളെ കുറ്റം ചെയ്യാനും സയ്യിദന്മാരെ കുറ്റപ്പെടുത്താനും ഒരിക്കലും നമ്മൾ ഒരുങ്ങരുത്. അത് നമുക്ക് നാശത്തിലേ എത്തുകയുള്ളൂ. അല്ലാഹു പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിതത്തിൽ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായം ചെയ്ത് കാരുണ്യം നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണം പറഞ്ഞവരാ. പക്ഷേ നമ്മളിൽ പലർക്കും ഇന്ന് സ്വന്തം കീശ വികസിക്കാനും സ്വന്തം കുടുംബത്തെ മെച്ചപ്പെടുത്താനും സ്വന്തം നാട്ടിൽ പവർ ഉണ്ടാക്കാനും വേണ്ടി മാത്രം ആ പ്രവർത്തനങ്ങൾ മാറുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, പാവപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചുമന്നുകൊണ്ടുവരാം. അവർക്കറിയില്ല ഇതാരാണ് വന്നു നിൽക്കുന്നതെന്ന്. സ്ത്രീക്കറിയില്ല. തന്റെ തലയിലേക്ക് ആ കുടം വെള്ളം ചുമന്നുകൊണ്ട് കയ്യിലേക്ക് ആ വെള്ളപാത്രം പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല ആ സഹോദരിയുടെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരി നിറകണ്ണുകളോട് അലി റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ നടന്നു ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ ഭവനത്തിലേക്കാണ് അലി റളിയല്ലാഹു തആല ചെന്ന് കയറിയത്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെയുള്ള ഒരു ഭവനം നമുക്ക് കാണാൻ കഴിയില്ല. കാസർഗോഡ് ജില്ലയിലൊന്നും ഓലപ്പുരയുണ്ടോ? അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നവര് നിങ്ങൾ അറിയുക, നൗഷാദ് വാക്കവിക്ക് കാസർഗോഡ് ജില്ലയിൽ എയർ കണ്ടീഷനുള്ള ലോഡ്ജ് വേണമെന്നില്ല. ഇതിന് മുമ്പ് ഇരിക്കുന്ന നിങ്ങളോട് ആരോടെങ്കിലും എനിക്കൊന്ന് കിടക്കാൻ ഒരു ദിവസം നിങ്ങൾ വീട് തരുമോ എന്ന് ചോദിച്ചാൽ, ഈ മൗവലുണ്ടല്ലോ, പവറിലുണ്ടല്ലോ, കാസർഗോഡുണ്ടല്ലോ, നീലേശ്വരത്തുണ്ടല്ലോ, ഏറ്റവും വലിയ ലോഡ്ജിനെ പോലും തോൽപ്പിക്കുന്ന കൊട്ടാരങ്ങളെ വെച്ചിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുണ്ടല്ലോ എനിക്ക് കാസർഗോഡ് ജില്ലയില്. അവര് കാത്തിരിക്കുകയാണ്, ഉസ്താദ് ഒന്ന് വരുമോ, ഒരു ദിവസം ഒന്ന് കിടക്കാൻ വരുമോ. നക്കാപ്പിച്ച കാശ് കൊടുത്തുകൊണ്ട് കണ്ട വേശകളെ കിടന്നുറങ്ങുന്ന ലോഡ്ജിനകത്ത് നൗഷാദ് വാക്കവയ്ക്ക് കിടന്നുറങ്ങേണ്ട ഗതികേടില്ല ചെറുപ്പക്കാരാ. എനിക്ക് എയർ കണ്ടീഷനിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാര് താരാട്ട് പാടിയിട്ട് എന്നെ കിടത്തുറക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ഫ്ലൈറ്റിലെ വരുമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും സങ്കടമില്ല. ആദ്യമായി തന്നെ ഫ്ലൈറ്റിൽ കയറ്റിയത് കാസർഗോഡ് ജില്ലയിലെ സംഘാടകരാ. വേണ്ടെന്ന് പറഞ്ഞാലും ഉസ്താദേ അതിൽ തന്നെ വരണമെന്ന് പറയുന്നത് നിങ്ങളാ. നൗഷാദ് വാക്കവിൽ പഴയകാലം മറന്നു പോകുന്നവരല്ല. അങ്ങനെ ഒരു പൊന്നുപോലും കാസർഗോഡ് വിചാരിക്കണ്ട. വേശകൾക്ക് പോലും വേണ്ടാത്ത വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുന്ന മഞ്ഞപ്പത്രത്തിനകത്ത് ഈ പാവപ്പെട്ടവന്റെ പേര് വന്നു പോയ കാസർഗോഡ് ജില്ല മറക്കുമെന്ന് വിചാരിക്കണ്ട. ഈ 10,000 കണ്ടില്ലേ എന്റെ പ്രിയമുള്ളവരെ? ഇവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശം ഇഷ്ടപ്പെടുന്നവരാ, അല്ലാഹുവിന്റെ ദീന വാരിപ്പുണരുന്നവരാ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാസർഗോഡ് ജില്ലയിൽ എനിക്ക് കിടക്കാൻ എത്ര കൊട്ടാരങ്ങളാ
അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞാ പോരെ, ഞാനൊന്ന് സമ്മതം കൊടുത്താ പോരെ. എത്ര സഹോദരങ്ങളാണ് അസ്റഫ് സാഹിബിന്റെ വീട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞത്, ഉസ്താദേ എല്ലാ ഉസ്താദുമാരും എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മാത്രം വരുന്നില്ല? എത്ര പേരാ പറഞ്ഞിരുന്നറിയോ? ഒന്ന് സമ്മതം മൂളിയാ മതി സഹോദര. അതുകൊണ്ട് കിടക്കാനുള്ള കൊതിയുള്ളത് കൊണ്ട് പറയുകയല്ല, ഞാൻ മടങ്ങി വരുന്നു. അള്ളാഹു നമുക്കൊരുപാട് സ്വത്ത് തന്നിട്ടില്ല ചെറുപ്പക്കാരാ. അള്ളാഹു നമുക്കൊരുപാട് വലിയ വലിയ കൊട്ടാരം തന്നിട്ടില്ലേ? ഓരമേത് കിടന്ന കെട്ടിടത്തിന്റെ കത്ത് കിടന്ന ഓർമ്മകൾ പോലും ഇന്ന് ശരീരം നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ സഹോദരിമാര് മറന്നു പോയിട്ടുണ്ടാവും. ഇന്ന് നിന്റെ കയ്യിൽ വജ്രമല്ലേ മോതിരമായണിഞ്ഞിരിക്കുന്നത്, ഡയമണ്ടല്ലേ കഴുത്തിൽ കിടന്ന് തിളങ്ങുന്നത്. ഒന്നിനും ഒരു കുറവില്ലല്ലോ നിങ്ങളെ. വീട് കണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഈ ഭവനത്തിനകത്താണോ ഈ പ്രിയപ്പെട്ട സഹോദരിയും മക്കളും കഴിയുന്നത്? മഴ പെയ്താൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ മുഴുവനുമാ സെറ്റക്കോരയ്ക്കകത്തേക്ക് വീടുന്ന കൊൽപ്പൊന്ന് വീടാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹു ആ മക്കളോട് പറഞ്ഞു, മക്കളെ നാളെ ഞാൻ വരുന്നതാണ്. അന്നത്തെ ഖലീഫയാണ് അലിയാർ തങ്ങള്, അന്നത്തെ പ്രധാനമന്ത്രിയാണ് അലിയാർ തങ്ങള്, അന്നത്തെ രാഷ്ട്രീയ നേതാവാണ് അലിയാർ തങ്ങള്. ആ ഭവനത്തിനകത്ത് വെള്ളമിറക്കി വെച്ച് കൊടുത്തിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അലി റളിയല്ലാഹു തആല ചാടി എഴുന്നേൽക്കുകയാണ്. നാളെ എനിക്ക് ആ മക്കളെ സഹായിക്കണമല്ലോ. വാപ്പയില്ലാതെ 3 യതീമക്കള് ആ വീട്ടിന്റെ അകത്ത് പച്ചവെള്ളം ചൂടാക്കി കുടിച്ചുകൊണ്ട് കിടക്കുന്നു. എങ്ങനെയാണ് എനിക്ക് ഭരണം നടത്താൻ പറ്റുക? അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടുകയാണ്. പിറ്റേന്നതാ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുകയാണ്. അത് മുഴുവനും തലയിൽ ചുമന്നുകൊണ്ട് നടന്നു പോവുകയാണ്. ആരാ നടന്നു പോകുന്നത്? ആരാ നടന്നു പോകുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ രാജാത്തിയെ ഭാര്യയാക്കി അല്ലാഹു കൊടുത്ത ലോകത്തിന്റെ നേതാവിന്റെ മരുമകള് അലി ഹൈദറുൽ കറാർ അനമദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ. അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണെന്ന് ലോകത്തോട് പറഞ്ഞ നൂറിന്റെ പ്രകാശമേ അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല സാധന സാമഗ്രികൾ വീട്ടാവശ്യത്തിനുള്ള ചരക്കുകൾ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. ആ മക്കളോട് ചോദിക്കുന്ന, മക്കളെ ഉമ്മ എവിടെയാണ്? ആ മക്കൾ പറയുന്ന, മൂത്തയാള് പറയുന്ന, ഉമ്മ വെള്ളത്തിന് പോയിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി കൊണ്ടുവന്ന പാലുണ്ടല്ലോ, ഒട്ടകത്തിന്റെ പാല് ചൂടാക്കുകയാ. ആ മക്കൾക്ക് കൊടുക്കാൻ അടുപ്പത്ത് തീ പുകയ്ക്കുകയാണ്. ആരാണ്? മരിക്കാൻ കിടക്കുന്ന ഉമ്മാക്ക് പോലും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിയാത്ത സമ്പന്നതയുടെ പ്രേമം മൂത്തുപോലെ മക്കളെ പഠിച്ചുകൊള്ളുക. മരിക്കാൻ കിടക്കുന്ന ഉമ്മാക്ക് അടുത്തുപോയിരുന്നുകൊണ്ട് ഒരാശ്വാസവാക്ക് പറയാൻ മനസ്സില്ലാത്ത ഈ കാലഘട്ടത്തിന്റെ സമുദായമേ ചിന്തിച്ചുകൊള്ളുക. ഒരു ലോകത്തിന്റെ നേതാവിന്റെ മരുമകനാണ് ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു അനാഥ മക്കൾക്ക് വേണ്ടി പാല് തിളപ്പിക്കുക. എന്നിട്ടതാ കത്തിക്കൊണ്ടിരിക്കുന്ന തീയില്ലേ, അടുപ്പിന്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരൽ തുമ്പ് നീക്കി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ വിരലിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. ചൂടുകൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ആ 3 മക്കൾ ഭയന്നുകൊണ്ട് ഇടഞ്ഞു വരികയാ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലേക്ക് തീ പടരുകയാണ്, തീ പടരുകയാണ്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? 100 കോടി രൂപ മുടക്കി മക്കളെ കെട്ടിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ സമ്പന്ന വർഗം പഠിച്ചോ? അള്ളാഹുവിന്റെ പള്ളിയിൽ മദ്രസയ്ക്ക് കാശില്ലാറ്, പള്ളിക്ക് കാശില്ലാറ്. നിന്റെ മഹല്ലിൽ അനാഥ മക്കൾ നിക്കാഹിന് വിളിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമ്പോ 100 കോടി രൂപയുടെ ഭക്ഷണം വിളമ്പിയിട്ട് നായ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഈ സമുദായത്തിന്റെ സമ്പന്ന വർഗം പഠിച്ചോ? അലി റളിയല്ലാഹു അൻഹു വിരൽ തുമ്പ് അടുപ്പിന്റെ അകത്തേക്ക് വെച്ചിട്ട് പറയുകയാണ്, കത്തട്ട മക്കളെ, അലിയാര് തങ്ങളുടെ ശരീരം കത്തട്ടെ. നാളെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നതിനേക്കാളും നല്ലത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ പാവപ്പെട്ട യതീമികളായ നിങ്ങളെ സഹായിക്കാത്തതിന്റെ പേരിൽ എന്റെ ശരീരം അങ്ങ് കത്തട്ടെ.
എന്ന് അലി റളിയല്ലാഹു തആല പറഞ്ഞു പോയെങ്കിൽ എവിടെ പോയി മുസ്ലിമേ? ആ ഈമാന്റെ പവർ നമുക്ക് എവിടെ പോയി വത്തമേ? മടക്കി കൊണ്ടുവരണം ചെറുപ്പക്കാരാ. ഒരു തലം വിട്ടുകൊടുക്കാനോ എന്റെ ഈമാനാണ് സിനിമയാണ് അടിയറവ് പറയൂല. എന്റെ മവൂരിൽ വന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിന്റെ ആദർശമുണ്ടല്ലോ, ഒരു സീരിയലിന്റെ മുന്നിലും ഞാൻ അടിയറവ് പറയൂല. നിന്റെ ആദർശമുണ്ടല്ലോ, ഒരു സിനിമയ്ക്ക് മുന്നിലും ഞാൻ അടിയറവ് പറയൂല. എത്ര വലിയ ആഡംബര കല്യാണമാണെങ്കിലും അല്ലാഹുവിനെ ഭയക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാതെ ഞാൻ ആ വീട്ടിൽ പോലെ കറങ്ങി നടക്കില്ല. എത്ര സൗന്ദര്യമുള്ള, എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാര് വികാര പൂർത്തീകരണത്തിന് വേണ്ടി എന്നെ വിളിച്ചാൽ എന്റെ ഭർത്താവല്ലാതെ, എന്റെ കുടുംബമല്ലാതെ, അല്ലാഹു അനുവദനീയമാക്കി തന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ഹറാമിനെ കുറിച്ച് ചിന്തിക്കൂരെന്ന് സാക്ഷ്യം പിടിക്കുന്ന, പ്രതിജ്ഞയെടുക്കുന്ന ഒരു സമുദായമായി ഈ സമുദായത്തിന്റെ പിങ്ങന്മാര് മാറണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ സാന്നിധ്യമുള്ള ഈ മഹനീയ വേദിയെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയും, കള്ളു കുടിച്ചവരും കുടിക്കാത്തവരും ഈ സദസ്സിലുണ്ടാവും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രതിജ്ഞയെടുക്കാം. ജീവിതത്തിൽ ഇനി മരിക്കുന്നതുവരെ അല്ലാഹുവേ ആ കള്ള് ഞാൻ രുചിച്ചു നോക്കൂല എന്ന് പ്രതിജ്ഞയെടുക്കാൻ തയ്യാറുള്ളവർ ഒന്ന് കൈ ഉയർത്തി കാണിച്ച് അല്ലാഹുവിനെ സാക്ഷി നിർത്തി. അല്ലാഹു പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തി. ആ കൈ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു ദുആ ചെയ്തതിന് ശേഷം മാത്രം താഴ്ത്തിയിടും. ഇതിന്റെ ഇടയിൽ ഇത് ഉയർത്തണമോ എന്ന് ചിന്തിക്കുന്ന പിശാചിനോട് സ്നേഹമുള്ളവരുണ്ടാകും. അവരെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അവരെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവരെ, ഈ ഉയർത്തിയിരിക്കുന്ന കരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹൗദുൽ കൗസർ തരുന്നതിന് വേണ്ടി അല്ലാഹുവേ ഉത്തം തരുന്ന കരങ്ങളാക്കി ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇത് അല്ലാഹുവിന്റെ മുന്നിൽ കബൂലാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഇത് ഈ സദസ്സിന്റെ ഇടയിലുള്ള ഒരു ദുആയാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ശഫാഅത്ത് തരാൻ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബ് മുത്തം തന്നുകൊണ്ട് സ്വീകരിക്കുന്നവരാക്കി അള്ളാഹു നമ്മളെ മാറ്റുമാറാകട്ടെ. അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണെങ്കിൽ നരകത്തെ അള്ളാഹു വിശാലമാക്കി വെക്കുന്ന പരലോകത്തേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുഹീദ്ദീൻ ശൈഖിനോടൊപ്പം മഹാന്മാരോടൊപ്പം എഴുന്നേൽക്കാനുള്ള തൗഫീഖ് ഈ റാത്തീബിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് വലിയ പിരിവ് ഞാൻ ഇവിടെ നടത്തൂല. ഇന്നത്തെ ബക്കറ്റുകളെ അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന പരിപാടിയിലെ ഏറ്റവും വലിയ ഒരു പിരിവിന് വേണ്ടി നമുക്ക് സമയമില്ല. 2 ദിവസത്തെ വിഷയം ഒരു ദിവസം ഇവിടെ പറയുമ്പോൾ പിരിക്കാനുള്ള നേരമില്ല. പക്ഷേ 2 മിനിറ്റ് അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു നല്ല തുക കയ്യിലെടുത്ത് വയ്ക്കുക. ബക്കറ്റിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. മനോഹരമായ നരകത്തിന്റെ അവസ്ഥകളിലേക്ക് പറയാൻ പോവാൻ ആദ്യം എന്റെ മുന്നിലേക്ക് ബക്കറ്റ് കൊണ്ടുവരും. നമുക്ക് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നരകത്തിൽ പോകാനല്ല, അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമം കണ്ട് ആസ്വദിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന മഹാനുഭാവന്മാരോടൊപ്പം ഖബറിൽ നിന്ന് എഴുന്നേൽക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹുവേ, ഈ മവ്വലിൽ റിഫായി റാത്തീബിന്റെയും പ്രഭാഷണ മജ്‌ലിസിന്റെയും സദസ്സിൽ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ അല്ലാഹുവേ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഔലിയാക്കന്മാരുടെ രാജാക്കന്മാരോടൊപ്പം ഖബറിൽ നിന്ന് എഴുന്നേൽക്കണം. എങ്കിലേ രക്ഷയുള്ളൂ. അമലില്ലാത്ത, ദുആയില്ലാത്ത, സ്വതക്കകളില്ലാത്ത, പാപക്കറ കൊണ്ട് കറുത്തുപോയ കരങ്ങളുള്ള അല്ലാഹുവേ പിശാചിന്റെ ചിന്തകൾ കൊണ്ട് നിബിഡമായ മനസ്സുകളുള്ള ഞങ്ങൾ ഈ രാത്രിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ സ്വതന്ത്ര ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാക്കണേ അല്ലാഹ്. ഏറ്റവും വലിയ നേട്ടമാക്കി കബൂലാക്കണേ അല്ലാഹ്.
നബി മുഹമ്മദ്. വേഗം കൊണ്ടുവരും, ആദ്യം ഈ സദസ്സിലേക്ക് കൊണ്ടുവരണം. പിന്നെ വളരെ വേഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ, ഈ ബക്കറ്റുകളിലേക്ക് നാരകീയമായ അദാബിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തം വാങ്ങി പരലോകത്ത് എഴുന്നേറ്റ് വരണം എന്ന കൊതിയോടെ ആര് സ്വതക്ക ചെയ്യുന്നുവോ, അല്ലാഹുവേ ഈ സ്വർഗീയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരെയൊക്കെ നീ അതിനു വേണ്ടി തിരഞ്ഞെടുക്കണേ റബ്ബേ, തിരഞ്ഞെടുക്കണേ അല്ലാഹ്. നല്ല മനസ്സോട് തീരെ കൊച്ചുകുട്ടികളെ കയ്യിൽ കൊടുത്തേക്കാതിരിക്കുക. ഇച്ചിരി മുതിർന്നവർ തീരെ കൊച്ചുകുട്ടികളെ കയ്യിൽ കൊടുത്തേക്കരുത്. ഇത്തിരി മുതിർ. എത്ര പേരുണ്ട്? അസുരമായി 2 പേരേ ഉള്ളൂ. ബക്കറ്റ് എത്ര പേരുണ്ട്? 10-20 പേര് വേണം. 4 പേരൊന്നും പറ്റൂല. കാരണം വിഷയം പറയാൻ ഇടയ്ക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് വേഗം ഇച്ചിരി മുതിർന്നവര് കൊണ്ടുപോകുന്നതായിരിക്കും. ഉമ്മനഞ്ഞു കൊടുത്തോ. കുഞ്ഞു മക്കൾക്ക് താല്പര്യമുണ്ടല്ലോ എന്തില്ല, എങ്കിൽ പോലും മുതിർന്നവരാകുമ്പോൾ അതൊന്ന് വേഗം നടക്കുള്ളൂ. അതുകൊണ്ട് പുറകിൽ സംഘാടകരുണ്ടെങ്കിൽ, മാർഗേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗം കഴിയട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് സ്ത്രീകളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായി വരും. പ്രിയപ്പെട്ട സഹോദരിമാർ, വളരെ വേഗം നമ്മളെ വിഷയത്തെ അത് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നരകത്തിന്റെ പ്രധാനപ്പെട്ട 2 വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അല്ലാഹു തആല ആ നാരകീയമായ അദാബിൽ നിന്ന് നമ്മെ കാത്തിരിച്ചു. എല്ലാവരുടെയും മുന്നിലേക്ക് കൊടുക്കും. എല്ലാവരുടെയും ഇപ്പോഴും ദുആ വസീയത്ത് ഒന്ന് കൊണ്ടുവരേണ്ടതൊക്കെ ഇൻഷാ അല്ലാഹ് സമാപനമാകും. ഒരുമിച്ച് വായിച്ചോളൂ ഇൻഷാ അല്ലാഹ്. പിന്നീട് ഞാൻ ചോദിച്ചോളൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ മുന്നിലും വളരെ വേഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നരകത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നതാ ഇന്ന ഹർറഹാ ശദീദ്. ആ നരകത്തിന്റെ ചൂട് ശക്തമാണ്, സഹിക്കാൻ കഴിയില്ല. വഇന്ന ഖൈറഹാ ബഈദ്. ആ നരകത്തിന്റെ കുഴിയാണെങ്കിലോ ആഴമേറിയതാണ്. ആ സമയത്തൊരു സഹാബി ചോദിക്കുന്നു, നബിയേ, നരകത്തിൽ ധാരാളം കുഴികളുണ്ടല്ലോ, കുണ്ടുകളുണ്ടല്ലോ, ഇറക്കങ്ങളുണ്ടല്ലോ, അതിൽ ഏറ്റവും മോശമായ ഭയാനകരമായ അദാബ് കൊണ്ട് നിറയ്ക്കപ്പെട്ട കുഴികൾ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിൽ ഒരുപാട് ഭയാനകരമായ നരകത്തീ കൊണ്ട് നിറയ്ക്കപ്പെട്ട കുണ്ടുകളും കുഴികളും അതിൽ ഏറ്റവും ഭയാനകരമായ കുണ്ടും കുഴിയും ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ ജുബ്ബിൽ ഹുസ്ൻ. ജുബ്ബിൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു കുഴിയുണ്ട്. സഹാബികൾ ചോദിച്ചു, നബി ആ കുഴിയുടെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, നരകത്തിന്റെ ജീവജാലങ്ങളിൽ, നരകത്തിന്റെ ഇഴജന്തുക്കളിൽ ഏറ്റവും ഭയാനകരമായ ജീവികൾ കിടക്കുന്നത് ആ കുഴിക്കകത്താണ് സഹാബ. നരകത്തിന്റെ ചൂടിൽ ഏറ്റവും ഭയാനകരമായ നരകത്തിന്റെ തീ കത്തിക്കപ്പെടുന്നത് ആ കുഴിക്കകത്താണ് സഹാബ. നരകത്തെ ഭയന്നുകൊണ്ട് സ്വതക്ക ചെയ്യൂ സഹോദരിമാരെ. നരകത്തെ ഭയന്നുകൊണ്ട് ആരും അറിയണ്ട, നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു സ്വതക്ക. 100ആകാം, 500ആകാം, 1000ആകാം. റിഫായി റാത്തീബ് നടത്തുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള പള്ളിയുടെ നടത്തിപ്പുകൾക്ക് വേണ്ടി, ആ പള്ളിയിൽ കടബാധ്യത വരാതിരിക്കാൻ വേണ്ടി, ആ പള്ളിയുടെ മദ്രസയും ആ പള്ളിയിൽ സേവനം ചെയ്യുന്ന ആലിമീങ്ങളുടെയും മുഅല്ലിമീങ്ങളുടെയും ശമ്പളത്തിന് വേണ്ടി, ആ പള്ളിയിൽ കടമില്ലാതെ സന്തോഷത്തോടെ ആ മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹുവേ, ഈ ചെയ്യുന്ന സ്വതക്കം നരകത്തിന് ഹറാമാകുന്ന വിധത്തിൽ നമ്മുടെ ശരീരത്തെ മാറ്റാനുള്ള തൗഫീഖ് ഏകുന്ന സ്വതക്കയാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നരകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു കുഴി, ആ കുഴിയിലേക്ക് വീഴുന്നവൻ നശിച്ചു പോയവരാണ്. സഹാബികൾ ചോദിക്കുന്ന നബിയെ, ആ കുഴിയുടെ പ്രത്യേകത എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഏറ്റവും വലിയ ഭയാനകരമായ തീ കത്തിക്കുന്നത് എവിടെയാണ്? ഏറ്റവും വലിയ നരകത്തിന്റെ ഇഴജന്തുക്കൾ അതിന്റെ അകത്താണ്. അതിലാരാണ് നബിയെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ആരാണ് അതിന്റെ അകത്ത് കിടക്കുന്നതെന്ന് പറയുകയാണ്. എന്റെ കാസർഗോഡ് ജില്ലയിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാ, ഒരാൾ പോലും ആ നരകക്കുടിയിൽ വീഴുന്ന സ്വഭാവം കൊണ്ട് നടക്കല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ആരെന്നറിയോ? ആ ഭയാനകരമായ
നരകമാകുന്ന നരകത്തിന്റെ പടുംകുടിയിലേക്ക്, ജുബുൽ ഹുസൻ എന്ന് പറയുന്ന പടുംകുടിയിലേക്ക് വലിച്ചെറിയുന്നത് ആരെയും അറിയോ? അത് ആരെയാണെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ വിഭാഗത്തിൽ നിങ്ങൾ പെടില്ല എന്ന് ഈ സദസ്സിലിരുന്ന് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന സദസ്സായിരിക്കണം ഇത്. ഒരുപാട് നിയമങ്ങൾ പാസാക്കുന്ന ഒരു മജ്‌ലിസായിരിക്കണം. എന്റെ ജീവിതത്തിൽ ഞാനിനി അങ്ങനെയേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിന്റെ, ഒരു മാറ്റത്തിന്റെ മാർപ്പടി കൊടുക്കുന്ന വിജ്ഞാനവേദിയായി ഈ വേദി മാറണം. ഇല്ലെങ്കിൽ ഈ അലങ്കാരങ്ങളിൽ, ഈ ആൾക്കൂട്ടങ്ങളിൽ, ഈ ആളനക്കങ്ങളിൽ അർത്ഥമില്ലാതായി. അള്ളാഹു പരിവർത്തനം തരട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരാണ് ആ പടുംകുടിയിൽ വീണുപോകുന്നവർ? നരകത്തിന്റെ ഭയാനകരമാകുന്ന പടുംകുടിയിൽ വീണുപോകുന്നവരാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഏറ്റവും വൃത്തികെട്ട കുടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അഅദ്ദഹുല്ലാഹു ലില്ലദീന യുറാഊന അന്നാസ ബിഅഅമാലിഹിം. ജനങ്ങൾ കാണുന്നതിന് വേണ്ടി നിസ്കരിച്ചവരാണ്, ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി ഹജ്ജിന് പോയവരാണ്. ഹാജിയാരെന്ന് പറയാതെ പള്ളിക്കമ്മിറ്റിയിൽ എന്റെ പേര് പറഞ്ഞതാരാ എന്ന് ചോദിക്കുന്ന ഹാജിയാക്കന്മാരുണ്ടെങ്കിൽ, ഹാജിയാരെന്ന് എന്റെ പേരെഴുതുന്നതിന് മുമ്പ് എഴുതണം അൽ ഹാജ് എന്ന് എഴുതിയെങ്കിലേ ഞാൻ ആ സദസ്സിൽ വരൂ എന്ന് സാക്ഷ്യം പിടിക്കുന്ന ഹാജിമാരുണ്ടെങ്കിൽ, ഞാൻ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞ് വീം വിളക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, അവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ല തയ്യാറാക്കിയിരിക്കുന്ന പടുംകുടി. ഖുർആൻ ഇന്ന് പോയിട്ടൊരു 3 യാസീൻ ഒരു സഹോദരി ഓതി. ആ സഹോദരിക്ക് 10 പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ സമാധാനമില്ല. ഇല്ല, ഞാൻ യാസീൻ ഓതിയിട്ട് 3 പ്രാവശ്യം എല്ലാവരോടും പറയണം. ആകാശവാണി എന്ന പേരുള്ള ഒരു സഹോദരിയോട് അതങ്ങ് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പിന്നെ ഒരു പത്രത്തിലും കൊടുക്കേണ്ട. ആ സഹോദരി ഓടി നടന്ന് പറഞ്ഞോളൂ. അത്രയ്ക്ക് പവറാണ് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വാർത്താ പ്രചരണ രംഗത്ത്. ചില സഹോദരങ്ങൾ ഹജ്ജിന് പോയിട്ട് വന്നിട്ട് ചില ആൾക്കാർ നടക്കുന്ന അങ്ങനെ പതുക്കെ എന്തിങ്ങനെ നടക്കുന്നത്? മക്കയിൽ നിന്ന് കിട്ടിയ വിനയമാണ് പോലെ പാട വിനയം. ഇത് ന്യൂക്ലിയ വിനയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞി നടക്കുന്നതിനല്ല വിനയം എന്ന് പറയാം. ചില സഹോദരിമാര് പറയില്ലേ, ഹജ്ജിന് പോയി നമ്മുടെ കൂടെ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായി, നമ്മളെ കൊണ്ടുപോയ മുസ്ലിയാരാകാൻ ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞു. എല്ലാ അമീർമാരും അങ്ങനെ തന്നെ, അല്ലാതെ ഈ ഗ്രൂപ്പിൽ മാത്രമല്ല. അപ്പോ കാസർഗോഡ് ജില്ലയിലെ സഹോദരിമാർ ചോദിക്കും, നീ ഹജറുൽ അസ്വദ് മുത്തിയോ? ഞാൻ കയ്യിലെടുത്തു വെച്ചല്ലേ മുത്തിയത്. അപ്പൊ ഹജറുൽ അസ്വദ് എടുക്കാൻ പറ്റും? ഹജറുൽ അസ്വദ് എടുക്കാൻ പറ്റില്ല. എടുത്ത് കയ്യിൽ വെച്ചിട്ടാ മുത്തം കൊടുത്തതെന്നാ അല്ലേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യമാണ്. ഹജറുൽ അസ്വദ് കണ്ടിട്ടുണ്ടാവും അല്ലാഹു. അവിടെ എത്തിയോ അത് താജ്മഹലിൽ പോയിട്ട് മടങ്ങി വന്നോക്കും പഠിച്ചു. എന്നാലും പറയുന്നതിനും താളം വിടുന്നതിനും ഒരു കുറവില്ല. സഹോദരങ്ങളെ, ആളുകൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ച് നിനക്ക് നരകത്തിന്റെ കുഴിയല്ല തയ്യാറാക്കി. നിസ്കരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, സ്വതക്ക ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണോ? അനാഥ മക്കളെ സഹായിക്കുന്നത് പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ? പാവപ്പെട്ട എത്തി മക്കളെ സഹായിക്കുന്നത്, പള്ളിക്ക് സഹായിക്കുന്നത് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണോ? എനിക്കൊരു വലിയ പടുംകുടി അല്ലാഹു തീർത്ത് വെച്ചിരിക്കുകയാണ്. സഹോദരിമാരെ, നിസ്കരിക്കുമ്പോ ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരാത്ത ഉമ്മ, ഖുർആനോടുമ്പോ 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് സ്വസ്ഥത വരാത്ത ഉമ്മ, പാവപ്പെട്ടവരെ സഹായിച്ചിട്ട് 10 പേരോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരാത്ത ചെറുപ്പക്കാരാ, വഅദ്ദഹുല്ലാഹു ലില്ലദീന യുറാഊന അന്നാസ ബിഅഅമാലിഹിം. ജനങ്ങൾക്ക് ഏറ്റവും അധികം ജനങ്ങൾ കാണണമെന്ന് കൊതിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവരെ നിങ്ങൾ കാണാൻ നരകം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദര, എന്നിട്ടൊരു സഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്, ശക്തമായ ശിക്ഷയാർക്കാ നബിയെ അല്ലാഹു
നരകത്തിൽ കൊടുക്കുന്നത്. ഏറ്റവും ശക്തമായ അദാബ് ആർക്കാണ് പടച്ചവച്ച റസൂലെ അല്ലാഹു കൊടുക്കുന്നതെന്ന് സഹാബികൾ ചോദിക്കുമ്പോ അതാർക്കെന്നറിയോ? അശബ്ദഹും ലിന്നാസി അദാബൻ ഫിദ്ദുനിയാ. ദുനിയാവിൽ മനഃപൂർവ്വം ജനങ്ങളെ ആരൊക്കെയാണോ ബുദ്ധിമുട്ടിച്ചത് അവർക്കാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ. ദുനിയാവിൽ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടല്ലോ അല്ലേ? അപ്പോൾ അയൽവാസികളെ ഉപദ്രവിക്കുന്നവർ, നാട്ടുകാരെ ഉപദ്രവിക്കുന്നവർ, ഒരു നന്മയെയും അംഗീകരിക്കാൻ, എല്ലാ പരിപാടിയും കുറ്റപ്പെടുത്തുന്നവർ, കളിയാക്കുന്നവർ, പരിഹസിക്കുന്നു. ഓ മൗവലിൽ ഒരു റാത്തീവ് ഇറങ്ങി കിടക്കണില്ല, വേറെ ആരും റാത്തീവ് പോകുന്നവരില്ല അല്ലേ? അവിടെ പള്ളിക്കാരൻ 17 മുസ്ലിയാക്കന്മാരെ കൊണ്ട് അങ്ങോട്ട് നടത്തി ഇപ്പൊ മൊത്തം ഹിദായത്ത് ഉണ്ടാക്കാൻ പോവാണ്. എന്നാലും അവനിത് പറഞ്ഞെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. ഇവൻ ചിലപ്പോ ഒരു നേരത്തെ നിസ്കാരം പോലും കരിക്കാത്തതിനായിരിക്കും, എന്നാലും പറയുന്നതിന് കുറവില്ല. അവിടെ ഉറൂസ്, ഇവിടെ ഉറൂസ്, ഇവന്മാരെന്ത് കാണിക്കുക എന്നും പറഞ്ഞിട്ട് അടുത്ത ആശ. ഇങ്ങനെ നന്മകളെ മുഴുവനും കളിയാക്കി സർവ്വജനങ്ങളെയും ഉപദ്രവിക്കും. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വന്ന് വാത് പറഞ്ഞു പോലെ നമ്മളെ പോലുള്ളവരെയൊക്കെ അങ്ങോട്ട് കസേരയും വാക്കവി വന്നവിടെ വാക്കവെന്നും വരുവിടെ പറ്റിപ്പ് കേസാണ് എന്ന് പറഞ്ഞ് 10 ജനങ്ങൾ അങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഉപദ്രവം അല്ലേ? 10 പേര് മൗവല് വരാതിരുന്ന അത്രയും എതിരാളികൾക്ക് സന്തോഷം. എന്തിനാണ് എതിരാളികൾ? എവിടെ നിന്നാണ് എതിരാളികൾ ഉണ്ടാകുന്നത്? എങ്ങനെ എതിരാളികൾ ഉണ്ടായി ചിന്തിച്ചിട്ടുണ്ട്? എങ്ങനെ എതിരാളികൾ ഉണ്ടായി? നൗഷാദ് ബാഖവിക്ക് കാസർഗോഡ് എതിരാളികൾ ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്കറിയും. എന്തെന്നറിയോ? നോട്ടുകെട്ടിന്റെ മുമ്പേ ആസനം താങ്ങി നിന്നു കൊടുക്കാത്തത് കൊണ്ട്. അതിന് എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മീനറുത്തിട്ട് കൊടുക്കുന്ന പൂച്ച പോലും വരില്ല. നിങ്ങൾ അങ്ങനെ ഒരാളും കൊതിക്കേണ്ട കാര്യമില്ല. റൂഹ് പിരിഞ്ഞാലും എന്നെ അതിന് കിട്ടുമെന്ന് ഒരുത്തരും മോഹിക്കണം. ആണയിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് എതിരാളികൾ വന്നത്. എനിക്ക് അങ്ങനെയുള്ള എതിരാളികൾ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയുള്ള എതിരാളികൾ വരട്ടെ. ഞാനിപ്പോഴും പറയുകയാണ്, എനിക്ക് ഡേറ്റ് കൊടുക്കുന്നതിന് എന്റേതായ ചില നിയമപ്രശ്നങ്ങൾ, അല്ലാതെ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല. ഞാനിപ്പോൾ ഡിസംബറിൽ കൊടുത്ത ഡേറ്റുകളിലാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. ഇനി റമദാനിന് ശേഷം കൊടുക്കാനുള്ള ഡേറ്റുകൾ ജൂലൈ മാസം ആദ്യമേ കൊടുക്കുള്ളൂ. ആര് വന്നാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റേ തങ്ങളുടെ ആളാണ്, ഞാൻ മറ്റേ മന്ത്രിയുടെ ആളാണ്, ഏത് ആളെന്ന് പറഞ്ഞാലും അവര് ചെയ്യുക എന്നതല്ലാതെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. അതിന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ദോഷം വരിക. പാവപ്പെട്ടവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല, സാധുക്കളെ ചവിട്ടിത്തേക്കാൻ പറ്റില്ല. ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുക അല്ലേ? എത്ര സഹോദരിമാരെ കടക്കെണ്ണയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കളിയാക്കുന്നുണ്ട്. ഒരു സഹോദരി നല്ല ഒരു തിളങ്ങുന്ന പർദ്ദയിട്ട് പോയാൽ നിന്നുകൊണ്ട് പറയും, അവനങ്ങ് ഗൾഫിൽ പോയി, അവളിങ്ങോട്ട് റോട്ടിലിറങ്ങി, അവള് വേശ്യയാണ്, അവൾ മറ്റതാണ്, അവൾ മറിച്ചതാണ്, അവൾക്ക് മറ്റോനുമായിട്ട് ബന്ധം, യവനുമായിട്ട് ബന്ധം, അടുക്കള തുറന്നു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒന്നിലും ബന്ധപ്പെടാത്ത നമുക്ക് നല്ല സുഖം. നാക്കിന്റെ എല്ലില്ലല്ലോ. പക്ഷേ അതിന്റെ പേരിൽ മനസ്സ് നൊന്നുകൊണ്ടൊരു പെണ്ണിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് റബ്ബേ നീ എനിക്ക് ഈ വിധി തന്നല്ലോ എന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ആ കണ്ണീരിന് പകരം പൊടിഞ്ഞു പോകും. സുഹൃത്തുക്കളെ, അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, ഒരാളെയും നമ്മൾ ഉപദ്രവിക്കേണ്ട. ദുനിയാവിൽ ജീവിക്കുമ്പോ ആരെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്, അതിന് പകരം അതുപോലെയാണ് നരകത്തിലെ അദാബ് നിങ്ങൾക്ക് അധികരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ, പാര വെച്ച് കച്ചവടം പൊളിക്കുന്നവരിൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർ പരസ്പരം പാര വെച്ചിട്ട് അവന്റെ കച്ചവടം പൊളിച്ച് അവന്റെ കുടുംബജീവിതം താറുമാറാക്കി, അവന്റെ പണം നശിപ്പിച്ച്, അവന്റെ ബന്ധങ്ങളില്ലാതാക്കി. അങ്ങനെ എത്ര നല്ല മനസ്സുകളെ കണ്ണാടി ചൊല്ലുപോലെ പ്രകാശിക്കുന്ന മനസ്സുകളെ തകർത്ത് തരിപ്പണമാക്കി ഉടച്ച് കുപ്പിച്ചില്ലുകളാക്കി മാറ്റിയില്ലേ? എത്രയോ അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലാ ഉഖ്ബിറുകും ബിഅഹ്ലിന്നാർ. കത്തിക്കാടുന്ന നരകത്തിന്റെ അടിപ്പറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വിഭാഗങ്ങൾ ആരെന്നറിയോ? അഹങ്കാരികളാണ്, അഹംഭാദികളാണ്, ധിക്കാരികളാണ്. അഹങ്കാരം നമുക്ക് വേണ്ട പെങ്ങളെ. ഐഹിയുടെ ചെരുപ്പ് നീട്ടുകൊണ്ട് അഹങ്കരിക്കേണ്ട പെങ്ങളെ, ചുണ്ടു ചുമപ്പിച്ചുകൊണ്ട് അഹങ്കരിക്കേണ്ട പെങ്ങളെ, അതേ വൈര്യമാല കഴുത്തിൽ ധരിച്ചുകൊണ്ട് അഹങ്കരിക്കേണ്ട പെങ്ങളെ. ഒരു നിസാരമായ രോഗമല്ലോ നിനക്ക് തന്നുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ മറച്ചിടാ പടച്ചോനെ കഴിയുന്നതാ. അവർക്കാണ് അല്ലാഹു നരകം കൊടുക്കുന്നത്. അലാഹുബർക്കും നരകം ഹറാമായത് ആർക്കെന്നറിയോ? അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. സഹാബികൾ ആർക്കെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലു ഖരീബിൻ ഹയ്യിൻ സഹീലിൻ, ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വിനയമുള്ള മാന്യമായി ഇടപെടുന്നവർക്ക് അല്ലാഹു നരകത്തെ ഹറാമാക്കിയിരിക്കുകയാണ്. നല്ലതുപോലെ ജനങ്ങൾ ആരും കുറ്റപ്പെടുത്തരുത്. അദ്ദേഹത്തെ കാണാൻ പോയിട്ട് അൽഹംദുലില്ലാ നല്ല വിനയം, നല്ല സംഭാഷണം, ഒരു അഹങ്കാരവും കാണിച്ചില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഇടപെടലുകളിൽ ഇന്നങ്ങനെയാണോ? നാട്ടിൽ കൂലിവേല ചെയ്തുകൊണ്ട് ജീവിച്ചവൻ പ്രമാണം പണയം വെച്ച് ഒന്ന് ദുബായിൽ പോയി ഇച്ചിരി കാശുണ്ടാക്കി മടങ്ങി വന്നാണ്. പിന്നെ അവന് പാവപ്പെട്ടവരെ കണ്ടാൽ ദഹനക്കേടാണ്. പിന്നെ അവന് നെഞ്ചൊക്കെ അങ്ങോട്ട് വിരിച്ചു, മസിലൊക്കെ അങ്ങോട്ട് ഇറക്കി. ഇന്ന് ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? ഒരു സഹോദരൻ പെണ്ണ് കാണാൻ പോയതാ. ഞാൻ നോക്കുമ്പോ അവന്റെ തലയുണ്ടല്ലോ, നമ്മുടെ നാട്ടിലേക്ക് ഓന്തെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്, അതിന്റെ രൂപം പോലെ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ തലതാ ഇങ്ങനെ മുടി. ഞാൻ ചോദിച്ചത് എന്താ? അവൻ പറയുന്നു, ഇതാണ് ഇന്ന് അതുണ്ടെങ്കിലേ പെൺകുട്ടികൾക്ക് ഇഷ്ടമാകൂ ഉസ്താദ് എന്ന് പറയാം. ഇതുണ്ടെങ്കിലേ പെണ്ണ് കാണാൻ ചെന്നൊരു വീട്ടിലേക്ക് ചെന്നാൽ ആ പെൺകുട്ടിക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് വേണം, സിസ്ബേക്ക് വേണം, ഉസ്ബേക്ക് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിലും പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ പോലെ ഡാഡിയും പറ്റുമല്ലോ ഇഷ്ടമാണോടെ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ലെന്നേ പറയും. അതൊന്നും ഇപ്പൊ ഇഷ്ടം. അതൊക്കെ ക്ലീനായി പഠിച്ച് നല്ല സെറ്റപ്പായി പേരലുള്ളിലേക്ക് തേച്ച് മുടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് സെറ്റപ്പായിട്ട് ചെന്ന് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോഴേ സംഭവം നടക്കൂല. ഇല്ലെങ്കിൽ നിക്കാഹ് നടക്കൂല. കല്യാണം മുടക്കൽ കാസർഗോഡ് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാം. എത്രയോ ചെറുപ്പക്കാർ പുര നിറഞ്ഞു നിൽക്കുന്നു, നിക്കാഹ് നടന്നിട്ടില്ല. 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സായി പെണ്ണ് കിട്ടുന്നില്ലേ? ആഗ്രഹമുണ്ട് ഉസ്താദേ, സമ്മതിക്കുന്നില്ല നാട്ടിലുള്ള ചില മൂരാച്ചികൾ. നിക്കാഹിന് ആലോചന വരുമ്പോൾ വഴിയിൽ ചെന്നിരുന്ന് മുടക്കുകയാണ്. എവിടെ പോവാണ്? ഇബ്രാഹിം സാഹിബിന്റെ മോനെ ആലോചിക്കാൻ പോണല്ലോ. ചെന്ന് കയറിക്കൊടുക്ക്, ഇതും കൂടെ ആകുമ്പോ 99 എന്ന് പറയുന്നതോടുകൂടി ഖത്തം പോകുകയാണ്. പിന്നെ അവൻ ആ ജന്മത്ത് കല്യാണം നടക്കില്ല. ഇതിനു വേണ്ടി മാത്രം ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന സബാലിയത്തിന്റെ മലക്കുകൾ പോലും തോറ്റുപോകുന്ന ചില ശീതന്മാർ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടൊന്നും ഒരു നേട്ടവും നമുക്ക് ഇവിടെ കിട്ടില്ല, പക്ഷേ ആഖിറത്തിൽ കിട്ടും. എന്താണെന്നറിയോ? ഏറ്റവും വലിയ അദാബ് അശദ്ദുഹും ലിന്നാസി അദാബുൻ ഫിദ്ദുനിയ. ജനങ്ങളെ നാവുകൊണ്ട്, കൈകൊണ്ട്, പണം കൊണ്ട് ഏതൊക്കെ രീതിയിൽ നീ ഉപദ്രവിച്ചിട്ടുണ്ടോ അതിന് മുഴുവനും നാളെ ആഖിറത്തിൽ നിനക്ക് കഷ്ടപ്പാട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിധങ്ങൾ പറയുന്ന ഏറ്റവും നല്ലതുപോലെ ഇടപെടുന്നവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത്. ഏറ്റവും നല്ലതുപോലെ അടുത്തിടപെടുന്നവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത്. ആ നരകത്തിലേക്ക് മനുഷ്യരെ വലിച്ചെറിയുന്ന രംഗം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന. സ്വർഗത്തിന്റെ അഖിലുകാര് ആ സ്വർഗത്തിൽ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, സുഖിക്കുമ്പോ, രസിക്കുമ്പോ, ആനന്ദിക്കുമ്പോ, ആഹ്ലാദിക്കുമ്പോ നരകത്തിൽ കിടക്കുന്നവരറിയാതെ വിളിക്കുകയാ. നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്നവരെ വിളിക്കുകയാ. ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ? ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ? അറിയാതെ ചോദിച്ചു പോവുകയാണ്. തൊണ്ടവരൻ തുടങ്ങിപ്പോകുമ്പോ നരകത്തിന്റെ കനൽക്കട്ടകൾ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് തലച്ചോറ് തിളച്ചു മറിയുന്ന ഭയാനകരമായ ചൂടോടുകൂടി പറന്നു കയറുമ്പോ, ഓ പ്രിയപ്പെട്ട നരകത്തിൽ കിടക്കുന്നവര്, പ്രിയപ്പെട്ട സ്വർഗാവകാശികളെ നോക്കിയിട്ട് പറയുന്നു, വന്നഫീലൂ അലൈനാ മിനൽ മാ. ഒരൽപ്പം വെള്ളം നിങ്ങൾ കുഴിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അവരവർ ചെയ്തു പോയത് അവരവർക്കുള്ളതാണ്, അനുഭവിച്ചേ പറ്റൂ. നരകത്തിൽ കിടന്ന ചോദിക്കും, വാട്ട് ഈസ് ദ ഹെൽ? നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽ ഈസ് ഹെൽ ഈസ് അലോൺ ദി അതർ ഫിഗേഴ്സ് ഇൻ ഇറ്റ്സ് മിയർലി പ്രൊജക്ഷൻസ്. നരകം എന്ന് പറഞ്ഞാൽ അവരവർ ചെയ്തത് അവരവർ അനുഭവിക്കും, ഉറപ്പാണ്. അതാണ് നരകം. അതാണ് നരകം. മറ്റൊരാൾ ചെയ്തതിന്റെ അതാപം നമുക്ക് കിട്ടൂല. നീ ചെയ്തത് മുഴുവനും നിനക്കാണ്, എന്റെ സുഹൃത്തിന് കിട്ടൂല. ലൈറ്റ് അടിച്ചു കൊടുത്തവന് ലൈറ്റ് അടിച്ചു കൊടുത്തതിന്റെ അതാപം. പട്ടി വരുന്നവർ നോക്കാം, അതിന്റെ അടുത്ത് മുറുക്കാനും ചവറ്റുകൊണ്ടിരുന്നവന് അതിന്റെ അതാപം. ബ്ലൂടൂത്ത് വഴി മറ്റേ സാധനം അങ്ങോട്ട് കയറ്റി കൊടുത്തോ അതിന്റെ സീഡി കച്ചവടം ആ രീതിയിലൂടെ നടത്തിയവന് അതിന്റെ അതാപം. കാമുകിമാരെ ബന്ധപ്പെടുത്തി കൊടുത്തവന് അവന്റെ അതാപം. നിനക്കൊന്നുണ്ടല്ലോടിയാ, കൊണ്ടൊന്ന് ബന്ധപ്പെടുത്തി താളിയാ, മിസ്കോൾ അടിക്കട്ടെ, എത്ര പേരുണ്ട് അല്ലേ? അതിനൊക്കെ അവരവർക്കുള്ള ഉറപ്പാണ്.
ഒരു സംശയവും ആ കാര്യത്തിലില്ല. തമാശയായി കണക്കാക്കാനല്ല പറയുന്നത്. കേൾക്കുമ്പോൾ ചിരി വരും, ഉള്ളു പൊട്ടി തകരണം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം തരുമോ? സ്വർഗത്തിൽ കിടക്കുന്നവരോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഒരു തുള്ളി വെള്ളം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, സ്വർഗാവകാശികളെ നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരൽപ്പം ഞങ്ങൾക്ക് തരുമോ? എന്തെങ്കിലും ഒരൽപ്പം തരുമോ? ആ സമയത്ത് അവര് പറയുന്നവ കാലോ നിങ്ങൾക്കിത് ഹറാമാണ്, ഇത് നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പാടില്ല. റബ്ബനാ വലബത് അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. എത്ര മഴ കേട്ടവരാ, എത്ര കാസറ്റ് കേട്ടവരാ, എത്ര തൗബ ചെയ്തവരാ, എത്ര റമളാൻ അല്ലാഹു തന്നവരാ, എത്ര ലൈലത്തുൽ ഖദറിന്റെ രാത്രി തന്നവരാ, എത്ര ബദർ ദിനം തന്നവരാ, എത്ര നബി ദിനം തന്നവരാ, അതിനെല്ലാം പാഴാകിയില്ലേ? അതുകൊണ്ട് അവർ തന്നെ പറയുന്നവക്കുന്ന ഞങ്ങൾ അക്രമികളായി പോയി റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അല്ലാഹുവരോട് തിരിച്ചു പറയുന്ന മറുപടി എന്തെന്നറിയോ? കാരുണ്യവാനായ റബ്ബ് അവരോട് പറയുന്ന മറുപടി എന്തെന്നറിയോ? നിലവിളിക്കും. അല്ലാഹു പറയാ, ഒരക്ഷരം മിണ്ടാതെ അടങ്ങിക്കിടന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ്, പടച്ചോന്റെ ഖുർആനാണ്. മിണ്ടരുത്, ഇവിടെ കിടന്നു. ഏത് റബ്ബാ പറയുന്നത്? നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അവരോടൊന്ന് തൗബ ചെയ്യാൻ പറയാം. ഓരോ ദിവസവും രാവിലെ ആവുമ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ആരാണിനെ ഞാൻ കള്ളുകുടിക്കൂല, പെണ്ണുപിടിക്കൂല, സീരിയൽ കാണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്യുന്നത് ആരാ എന്ന് കാണാൻ വേണ്ടി റബ്ബ് നബിയേ ഞാൻ ആകാശ ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്ന് കാത്തിരിക്കുകയാണ്. നിബിധങ്ങളാ പറഞ്ഞത്, അല്ലാഹുവാ പറഞ്ഞത് നബിയോട്. പക്ഷെ നമ്മൾ കേട്ടോ, നമുക്ക് സമയം കിട്ടിയില്ല. രാത്രിയാകുമ്പോ അല്ലാഹു പറയുന്ന നബിയേ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഒരാളുടെ തൗബ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ കള്ളുകുടിക്കില്ലെന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ ഈ കരങ്ങളെ കണ്ടുകൊണ്ട് അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ പേരിൽ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഒരു ഹർഫുമിണ്ടാതെ ഇവിടെ കിടന്നുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാറ്റം നമുക്ക് ആവശ്യമാണ്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് ഒരു പ്രിയപ്പെട്ട സഹോദരൻ 27 വയസ്സുള്ള ഒരു കൂട്ടുകാരൻ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ ഒന്ന് കാണേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തുമായി 2 വീലർ യാത്ര പോയി പുറകിൽ നിന്നൊരു വാഹനം പിടിച്ചു തെറിപ്പിച്ച് പാടത്തേക്ക് വീണുപോയി. തലച്ചോറ് ചെളിയിൽ പൂണ്ടുപോയ ആ പ്രിയ സഹോദരൻ 6 മാസത്തിനകത്ത് മരിക്കുമെന്ന് എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ വിധി എഴുതിയ ആ സഹോദരൻ 6 വർഷം കൊണ്ട് ഒരുപോലെ കിടക്കാൻ മരിച്ചിട്ടില്ല. 6 വർഷമായി അങ്ങനെ കിടക്കുകയാണ്. മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് മലമൂത്ര ദ്വാരങ്ങളിലൂടെ ട്യൂബിട്ടുകൊണ്ട് മലമൂത്ര വിസർജനം. 6 കൊല്ലം കൊണ്ട് ഉമ്മ നോക്കി തളർന്നു, ഉപ്പ് നോക്കി തളർന്നു. ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയി. ആരുമില്ലാതെ ഒറ്റയ്ക്ക് കിടന്ന് വേദന അനുഭവിക്കുന്നു. ഒരവസ്ഥയിൽ അല്ലാഹുവേ പാവപ്പെട്ട ഞങ്ങളുടെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആരുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? ഇന്ന് നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഒരു പകർച്ച രോഗം വരട്ടെ, ഭാര്യ പോലും പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് പറയും, ഇക്കാ ഞാൻ പോവാണ്, എനിക്ക് ജീവിക്കണം. ഭാര്യ പോലും ഇന്ന് ആ ഭാര്യ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് പണമുണ്ട്, നിനക്ക് പവറുണ്ട്, നിന്റെ കൂടെ ജീവിച്ചാൽ സുഖമുണ്ട്, സന്തോഷമുണ്ട്. നിനക്ക് പടരുന്ന ഒരു മാരക രോഗമെന്ന് തന്നാലോ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സുന്ദരി കുട്ടികളായ ഭാര്യമാർ നമ്മുടെ അടുത്ത് വന്നിരിക്കൂല, രോഗം പടരും. അവർക്കതേ നിവൃത്തിയുള്ളൂ. അവര് മക്കളോട് പറയും, നിങ്ങൾക്ക് ഉപ്പായ വേണമെങ്കിൽ പോയിരുന്നു. പക്ഷേ മക്കളെ എനിക്കടുത്ത് പോയിരിക്കാൻ കഴിയില്ല, എനിക്ക് വയസ്സ് 20 ആയിട്ടുള്ളൂ, 25 ആയിട്ടുള്ളൂ, ഞാൻ ഒരുപാട് കൊല്ലം ജീവിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അരികത്ത് പോലും വരാതെ മാറി നിന്ന് കരഞ്ഞിട്ട് പോകുമ്പോ, നാളിതുവരെ നീ നിസ്കാരം കഥാക്കിയിട്ട് ചെലവിന് കൊടുത്ത് നിന്റെ ഭാര്യ നോക്കിയിട്ട് വല്ല ഉപയോഗമുണ്ടോ?
എന്റെ അവസ്ഥയും ഇതാണ്. എത്ര വലിയ ഇൽമുള്ളവനാണെങ്കിലും ഇൽമുള്ളവളാണെങ്കിലും രോഗത്തിന്റെ വിഷയത്തിൽ ഒരു മനുഷ്യന്റെ വിട്ടുവീഴ്ചയില്ല. 1 കോടി രൂപ ഒരു ദിവസം ചെലവഴിക്കുന്ന ഒരു രോഗം നിങ്ങൾക്ക് അല്ലാഹു തന്നാൽ രക്ഷപ്പെടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, രക്ഷപ്പെടൂ. അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തിൽ നിന്ന് വിപത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. 6 കൊല്ലം സുഖമില്ലാതെ കിടന്ന ആ സഹോദരൻ എടുത്തുപോയി ദ്വാരന്നിട്ട് വരാൻ നേരത്തു ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, നിങ്ങളൊക്കെ ഇത്രയും രോഗമുള്ളവരെടുത്തു പോയി ദ്വാ ചെയ്യുവാൻ മരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. 6 കൊല്ലം കൊണ്ട് ദ്വാരക്കുന്ന 6 കൊല്ലം കൊണ്ട് അസ്രായിലിനെ കാത്തു കിടക്കുന്ന എന്റെ പൊന്നുപോൻ മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോ? പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടും. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. 27 വയസ്സല്ലേ ഉള്ളൂ. ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വരാൻ വേണ്ടി ദ്വാരക്കണം. അവന്റെ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപകടം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു 3 പ്രാവശ്യം ജനാലയുടെ ഭാഗത്തേക്ക് നോക്കി ഉമ്മ 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 എന്നൊന്ന് പറഞ്ഞു. 27-കാരനും 30-കാരനും ഉമ്മയോടുള്ള സ്നേഹത്തിന് പകരം വയ്ക്കാൻ ലോകത്ത് വല്ലതുണ്ട്. ഇന്നലെ ഞാൻ കൊടിയമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞത് ഉമ്മയെ അറിയുക എന്ന വിഷയം. അവിടെ വന്ന് ഒരുപാട് പേര് സദസ്സിലുണ്ട്. അല്ലാഹു ഉമ്മമാരുടെ പൊരുത്തം നമുക്ക് തരട്ടെ, അവരുടെ പ്രാർത്ഥന നമുക്ക് തരട്ടെ, അവരുടെ കണ്ണീരുള്ള സ്നേഹം നമുക്ക് തരട്ടെ, അവരുടെ ശാപത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 6 കൊല്ലം കൊണ്ട് ആ സഹോദരൻ അവിടെയാണ്. 6 കൊല്ലം എങ്ങനെ എന്റെ സഹോദരങ്ങളെ കണ്ണുനീരോടുകൂടി ദുആ ചെയ്യാതിരിക്കാൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ? 1 സെക്കൻഡ് മതി നരകത്തെ മറന്ന്, സ്വർഗത്തെ മറന്ന്, ആഖിറത്തിനെ മറന്ന്, ആഖിറത്തിനെ മറന്ന് ആത്മീയതയെ ചവിട്ടിത്തേച്ചുകൊണ്ട് ദുനിയാവ് രസിക്കാനും സുഖിക്കാനും ഉല്ലസിക്കാനും ആഹ്ലാദിക്കാനും ഉള്ളതാണെന്ന് കരുതിപ്പോയാൽ 1 സെക്കൻഡ് മതി അല്ലാഹു നിനക്ക് പാഠം പഠിപ്പിച്ചു തരാം. എത്രയോ വില്യന്മാരെ അല്ലാഹു കിടത്തിയിട്ട്, എത്രയോ കുലകുംബന്മാരെ അല്ലാഹു പടച്ചിറമ്പുരാൻ തറപറ്റിച്ചില്ലേ. മാരകമായ രോഗം കൊടുത്ത് കാണാൻ അടവുള്ള ചുറുചുറുക്കുള്ള പവറുള്ള ഒരു സഹോദരൻ അബ്ദുസലാം, തിരുവനന്തപുരം ജില്ലക്കാരൻ. 30 കൊല്ലം, 1-2 കൊല്ലം 30 കൊല്ലം കൊണ്ട് ക്യാൻസർ ഉള്ളിലുണ്ട്. 82 രീതിയിലാണ് ക്യാൻസർ പടരുന്നത്, അറിയാൻ കഴിയില്ല. 30 കൊല്ലം കൊണ്ട് പടർന്നു പിടിച്ചു പോലെ ക്യാൻസർ ഒരു ചെറിയ രോഗം പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം 13 ദിവസമേ ജീവിച്ചിരുന്നു. എങ്ങനെയാ മരിച്ചത്? നല്ല കാണാൻ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അവസാനം പൊതിയാൻ പോലും ഒന്നുമില്ലാത്ത രീതിയിൽ പൊതിഞ്ഞെടുത്തു. കേവലം ഒരു ചെറിയ തുണിയെ 3ആയിട്ട് കീറിയാൽ പൊതിഞ്ഞു വെക്കാൻ പറ്റുന്ന തരത്തിൽ. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവാണ് സുഖമെന്ന് ശാശ്വതമാണെന്ന് കരുതി ജീവിക്കരുത്. അല്ലാഹുവിന്റെ നരകത്തെ ഭയന്നുകൊണ്ട് നന്മയിലേക്ക് കടന്നു വരിക. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ റാത്തീബുണ്ടല്ലോ, അത് രോഗങ്ങൾക്ക് ശാന്തി നൽകുന്നതാണ്, അത് ആരോഗ്യത്തിന് സമാധാനം തരുന്നതാണ്, സാമ്പത്തിക ഭദ്രതയുടെ കാരണങ്ങളാണ്. ഈ സദസ്സിന് വന്ന സൗഭാഗ്യമേ ഞാൻ പറയാൻ പോവുകയാണ്. ഈ സദസ്സിന് വന്ന സൗഭാഗ്യമേ, റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്ന മഹനീയമായ വേദിയില് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് തിളക്കമാർന്ന സദസ്സിൽ വന്നിരിക്കുന്നവരെ, നിങ്ങൾക്കൊരു സൗഭാഗ്യം ഞാൻ തരാൻ പോവുകയാണ്. ഒരു സൗഭാഗ്യം ഞാൻ തരാൻ പോവുകയാണ്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുന്ന വിഭാഗമാരാണ് എന്ന് പറയുന്നതിന് മുമ്പ്, നരകത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് അല്ലാഹു പടച്ചറമ്പുരാ കത്തിക്കുന്ന വിഭാഗമാരാ. ആ വിഭാഗത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ തടിച്ചുകൂടിയ സഹോദരങ്ങളോട് പറയുകയാ, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരില് ഇന്ന് നമുക്കൊരു ഫാത്തിഹ ഓതി ദുആരക്കണം. മുസ്ലിമേ, അവർക്ക് അല്ലാഹുവിനെ അടുത്തു പോയവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞു പോയവരാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കറാമത്ത് ബറക്കത്തിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അവരും നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളവരാണ്, അവരും നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നില് 17 കൊല്ലം കൊണ്ട് സംസാരിക്കാത്ത, 17 കൊല്ലം കൊണ്ട് നടക്കാത്ത, 17 കൊല്ലം കൊണ്ട് ജീവിതത്തിന്റെ രസമെന്തറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് മുമ്പ് വെച്ചു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് നോക്കുമ്പോ ആ കൊണ്ടുവന്നവര് ഹൈന്ദവ കുടുംബത്തിന്റെ തലപ്പത്തുള്ളവരാണ്. ബിംബാരാധനയുടെ
ബഹുമാനപ്പെട്ട ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് അവരോട് പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ? നിങ്ങൾക്ക് നരകം നിർബന്ധമാ, നിങ്ങൾക്ക് നരകം നിർബന്ധമാ. ആളിക്കത്തുന്ന നരകമല്ലാഹു നിങ്ങളെ പോലുള്ളവർക്ക് പടച്ചിരിക്കുന്നതാ. അതുകൊണ്ട് ഈ രോഗം ഞാൻ നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മാറ്റിത്തരാ. പക്ഷേ ആ രോഗം മാറിയാ നിങ്ങൾ മുഴുവനും ഈ സെക്കൻഡ് മുതൽ ഷഹാദത്ത് കലിമ പറയുമോ എന്ന് ചോദിച്ചപ്പോ പൊട്ടിക്കരന്നുകൊണ്ടവര് പറഞ്ഞതാ, ഒരുപാട് കഷ്ടപ്പെട്ടവരാ നമ്മള്, ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയതാ നമ്മള്. എന്നിട്ട് ഒരു ദൈവവും ഈ രോഗം നമുക്ക് മാറ്റി തന്നിട്ടില്ല. 17 കൊല്ലം കൊണ്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ചികിത്സിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ രോഗമങ്ങ് മാറ്റിയ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബ പരമ്പര മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആരാ? ഇന്ന് പുത്തൻവാദികളെ ചവിട്ടിപ്പേക്കുന്ന പോലെ കേവലം ഒരു പള്ളിയിലെ മൊഴിയാറല്ലടാ, ഏതെങ്കിലും മലയാളം പുസ്തകം വായിച്ചിട്ട് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ല. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പോലും പറയാനുള്ള യോഗ്യത സഹോദരങ്ങളെ നമുക്കില്ല. പക്ഷേ അവരുടെ റാത്തി പോലും സ്വർഗത്തിന്റെ ആരാമത്തിലിരുന്നു കൊണ്ട് പറയുക, ബഹുമാനപ്പെട്ടവര് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയിട്ട് ആ രോഗമെന്ന് മാറ്റിക്കൊടുത്തപ്പോ കാൽക്കലേക്ക് കമിഴ്ന്ന് വീണുകൊണ്ട് പൊട്ടിക്കടന്നു പോയി ആ ഹൈന്ദവ കുടുംബം മുഴുവനുമെങ്കിലോ വിശ്വാസികളെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സമ്മാനമായി തന്ന കാസർഗോഡ് ജില്ലക്കാരെ, ഉള്ളാടത്ത് തങ്ങളെ തന്നവര്, ഒരുപാട് മഹത്തുക്കളെ തന്നവര്, മഹാന്മാരെ തന്നവര്, ഏത് ഭാഗത്ത് പോയാലും മക്കാമുകളാണ്, മക്ബറകളാണ്. ആ സൗഭാഗ്യം മുഴുവനും തന്നോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. ഇന്നത്തെ രാത്രിയില് എന്റെ പ്രഭാഷണത്തിന്റെ സമാപനത്തിന് മുമ്പ് അല്ലാഹു പടച്ച തമ്പുരാന്റെ വലിയാര അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇത്രയും ജനങ്ങൾ, ശരീരശീലയുള്ള സ്ത്രീകളും ഈ സദസ്സിലുള്ള മുഴുവൻ പുരുഷന്മാരും ഒരു ഫാത്തിഹ ഓതി അതിനു പകരം നിങ്ങളോട് ഞാനൊരു സ്വതക്ക ചോദിക്കും. പക്ഷെ അത് വലിയ സ്വതക്കയായി പോയിട്ടാതെ പറയാൻ കഴിയില്ല എന്ന് സങ്കടപ്പെടരുത്. അവസരങ്ങളുണ്ടാവും. 2 മിനിറ്റ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ അഗ്നിയിൽ വെന്തിരിയുന്ന വിഭാഗത്തിൽ പറയാതെ പിരിയാൻ കഴിയില്ല. ഈ വലിയ സൗഭാഗ്യത്തിൽ നിന്ന് ഒരാൾ പോലും എഴുന്നേറ്റ് പോകും. എല്ലാ മാസവും റാത്തി പോകാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഫാത്തിഹായ സ്വർഗത്തിന്റെ മജ്‌ലിസിൽ ഓതുമ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഔലിയാക്കന്മാർക്കും ഇന്ന് സന്തോഷമായിരിക്കും. കാരണം അവരുടെ നേതാവാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അതിന് പകരം 2 നിയ്യത്ത്. ഒന്ന്, അല്ലാഹുവേ ഞങ്ങൾക്ക് ക്യാൻസർ പോലെയുള്ള മഹാമാരി തരരുത്. 2, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കരുത്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് വാഹനാപകടത്തിൽപ്പെട്ട 18കാരന് പോസ്റ്റ്മോർട്ടം ചെയ്താണ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയത്. മാതാപിതാക്കളോട് യാത്ര പറഞ്ഞ് ടൂറിന് പോയ ചെറുപ്പക്കാരൻ വീടിന്റെ മുമ്പ് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിടത്തിയപ്പോൾ ആ ഒരു ഗതി ഞങ്ങളുടെ മക്കൾക്ക് വരും. അല്ലാഹുവേ, ഞങ്ങളുടെ അരുമ മക്കളെ ഒരിക്കലും ഞങ്ങളുടെ കൺമുമ്പിൽ നെഞ്ചു വെട്ടി കീറി തല വെട്ടി കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുവന്ന് കിടത്തല്ല അല്ലാഹ്. വിദേശ രാജ്യത്തേക്ക് പോയ സഹോദരിമാരെ, നമ്മുടെ ജീവനായ ഭർത്താക്കൾ, ഇവരൊക്കെ പലരും ഗൾഫിൽ പോകാനുള്ളവരാണ്. അവിടെ അപകടങ്ങൾ നടന്നാൽ അടക്കാൻ പോലും കിട്ടാത്ത രീതിയിൽ കരിഞ്ഞു പോകും. 4 മാസം മുമ്പ് സൗദി അറേബ്യയിൽ 17 പേര് കത്തിക്കരിഞ്ഞു പോയൊരു അപകടം ഉണ്ടായി. അതിൽ 17ാമത്തെ ആളിനെ തിരിച്ചറിഞ്ഞില്ല. എല്ലാം കത്തി, സർവ്വതും കത്തി കരിക്കട്ടെ. മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിലേക്ക് പിതാവ് ഫോൺ വിളിയില്ല എന്ന പരാതി ഉയർന്നു. സുഹൃത്തുക്കളെ പലരോടും അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ആ വാഹനത്തിനകത്ത് അവനുണ്ടായിരുന്ന പേര് ഷുഐബ് എന്നാണ്. അല്ലാഹുവേ, ഉപ്പ മരിച്ചിട്ട് യതീമായ വിവരം പോലും 4 മാസം കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പാണ് മലപ്പുറം ജില്ലയിൽ അറിഞ്ഞത്. ആ 17ാമത്തെ ആള് എന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞത് ഒരു പെണ്ണൽ, എന്റെ ഉപ്പയാണെന്ന് അറിഞ്ഞത് 3.5 വയസ്സുള്ള ഒരു പൊന്നുമോൾ. അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ അല്ലാഹുവേ ഞങ്ങളെ മരിപ്പിക്കരുത്. ക്യാൻസർ രോഗം നമുക്ക് തരരുത്.
ഈ രണ്ട് ദുആ ഒരു ഫാത്തിഹ ഓതിയിട്ട് ചെയ്യാൻ പോകും. നിറകണ്ണുകളോട് ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ഇനിയും അള്ളാഹു തരും, ഇനിയും അള്ളാഹു തരും. നമ്മുടെ ഈ പള്ളിക്ക് ഒരു നിത്യ വരുമാനത്തിന് വേണ്ടിയിട്ട്, റാത്തീബ് നടക്കുന്ന ഈ പള്ളിക്ക് നിത്യ വരുമാനത്തിന് വേണ്ടി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയ നേതൃത്വമുള്ള ഈ പള്ളിക്ക് ഒരു നിത്യ വരുമാനത്തിന് വേണ്ടി ഈ രണ്ടവസ്ഥയിൽ നിന്നും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ഒരാൾ ഒരു 25,000 രൂപ നല്ല മനസ്സോടെ എഴുന്നേറ്റ് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറയാം, നല്ല മനസ്സോടെ ആ സൗഭാഗ്യം അള്ളാഹു ഏറ്റെടുത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട മനസ്സോടെ ഒരാൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ ഫാത്തിഹായി സദസ്സിൽ നിന്ന് ഓതുമ്പോ ഉസ്താദേ അതിലെനിക്കും എന്റെ കുടുംബത്തിനും ഒരു പങ്ക് വേണം. അള്ളാഹു എനിക്ക് തന്നതിന് നന്ദിയാവണം. ഇനി ഒരിക്കലും ഹറാമിലേക്ക് ഞാൻ പോകാത്ത രീതിയിൽ ഒരു ജീവിതം എനിക്ക് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വലിയ സദസ്സിന്റെ ദുആ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സദസ്സിന്റെ ഇജാബത്തിന്റെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ആദ്യമായിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല മനസ്സോടെ ഒരാൾ എഴുന്നേറ്റ് നല്ല മനസ്സോടെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നു. ഇത്രയും ജനങ്ങൾ ഫാത്തിഹ ഓതി ഈ സദസ്സിൽ നാമീം പറയും. 25,000 രൂപ ഈ പള്ളിയുടെ നിത്യ വരുമാനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയില്ല. ഒരു മാസത്തെയോ 2 മാസത്തെയോ കാലാവധി വന്നോട്ടെ, പ്രശ്നമില്ല. ആലോചിച്ച് ആദ്യം പറയുന്ന ആളിന്റെ പേര് നിങ്ങൾക്കറിയാം. പലപ്പോഴും പറഞ്ഞ ആദ്യം വന്ന പൗവലിൽ ഇന്ന് കേട്ട പേര് പോലും പറഞ്ഞിട്ടില്ല. ആ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 4 ഭാഗത്തുള്ളവരിൽ ഒരാൾ ആരെങ്കിലും അഷ്റഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ നാടിനും നിങ്ങളുടെ പള്ളിക്കുള്ളിൽ നിങ്ങളുടെ മജ്‌ലിസിന് വേണ്ടി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ആ സഹോദരൻ ഇതിലും ഒന്നാമത്തെ പേര് പറയുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഈ വലിയ മജ്‌ലിസിന്റെ ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അനുഗ്രഹം കൊണ്ട് പഠിച്ചവരെ ആ സഹോദരനെയും മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ നൊമ്പരങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരൻ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. വിദേശ രാജ്യത്തിലേക്ക് പോയി സുഹൃത്തുക്കൾ വീട്ടിലേക്ക് അപകടം സംഭവിച്ചു പോയി എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥ അല്ലാഹുവേ ഒരിക്കലും നീ കൊടുക്കല്ലേ അല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും മരിപ്പിക്കല്ലേ അല്ലാഹ്. ഫാത്തിഹ ഒരു ദുആരക്കുമ്പോ രണ്ടാമത്തെ പേരിന് വേണ്ടി ഇപ്പൊ ഒരു ചെറിയ ദുആ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഫാത്തിഹ ഒരു ദുആരക്ക് ഇത്രയും ജനങ്ങളാണ് ഈ പറയുമ്പോൾ നമ്മൾ കാണാത്ത മലക്കുകൾ നിറഞ്ഞ സദസ്സിൽ പറയുമ്പോൾ രണ്ടാമത്തെ ഒരു പേര് ഒരു ബറക്കത്തിനാണ് ഈ സദസ്സിൽ. രണ്ടാമത്തെ ഒരാൾ ഈ സദസ്സിൽ നിന്ന് ഒരാൾ സന്തോഷത്തോടുകൂടി അള്ളാഹു തന്നത് ഒരിക്കലും അള്ളാഹു തന്ന സമ്പാദ്യം ഒരിക്കലും അള്ളാഹുവിനല്ലാതെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതറിയുന്ന ഒരാൾ ഇൻഷാ അല്ലാഹ് ഉസ്താദെ റാത്തീബ് നടക്കുന്ന സ്വലാത്ത് നടക്കുന്ന മതപ്രഭാഷണം നടക്കുന്ന ആ പള്ളിക്ക് വേണ്ടി നിത്യവരുമാനത്തിന് വേണ്ടി എന്റെ കയ്യിൽ നിന്നും ഒരു 25,000 രൂപ ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു ഒരാൾ. അതൊരു വലിയ തുകയാണ്. ആരും കരുതരുത്. അള്ളാഹു പണച്ചിറം വരാനാണ് നമുക്ക് പണം തരുന്നത്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി രണ്ടാമത്തെ ഒരാൾ എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആരെങ്കിലും ഈ സദസ്സിൽ നിന്ന് പറഞ്ഞ അത് ഭാഗ്യവാനാണ്. ആര് പറഞ്ഞാലും ഭാഗ്യവാനാണ്. ഒരാളെ നിർബന്ധിക്കുകയില്ല. നല്ല അബൂബക്കർ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ കോടീശ്വരന്മാരുണ്ടെങ്കിലും ഈ വലിയ മജ്‌ലിസിൽ ആ ഒരു വലിയ സൗഭാഗ്യത്തിന് നീ തിരഞ്ഞെടുത്തവർക്കല്ലാതെ പറയാൻ കഴിയില്ല. എത്ര ലക്ഷക്കണക്കിന് രൂപ അനാവശ്യമായി പാഴാക്കുന്നവർ ഈ സദസ്സിലുണ്ട്. പക്ഷേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതി ഈ സദസ്സ് ഒന്നടങ്കം ദുആരക്കുമ്പോ ആ ഒരു വലിയ ദുആയിൽ പങ്കുകൊള്ളാൻ നീ തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുവേ അബൂബക്കർ എന്ന പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ സഹോദരന് സർവ്വ സൗഭാഗ്യങ്ങളും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തിന്റെ മുസീബത്തുകളെ മാറ്റണേ അല്ലാഹ്. നരകമെന്ന വിഷയം കേട്ട് മനസ്സ് ഭയന്ന പോലെ ആ പ്രിയപ്പെട്ട സഹോദരന് മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനം ഈ രാത്രി തന്നെ കൊടുക്കണേ അല്ലാഹ്.
പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ആ പ്രിയ സഹോദരനെ മരിപ്പിക്കല്ല അല്ലാ. രണ്ടുപേര് ഒരാള് കൂടി പറയും, അത് വേറൊന്നിനുമല്ല, ആർക്കും ബുദ്ധിമുട്ട് തോന്നരുത്. ഒറ്റയാക്കൽ അൽഹംദുലില്ലാഹ് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് മനസ്സിൽ വെച്ചു. മൂന്നാമത്തെ ഒരാളാണ് സ്ത്രീകളുടെ ഭാഗത്തെ സംഘാടകരെന്ന് ചൊല്ലുക. ആരെങ്കിലും ഒരാൾ കൂടി പറഞ്ഞാൽ ആ അധ്യായം അവസാനിപ്പിച്ച വിഷയത്തിലേക്ക് വരികയാണ്. ഒരാൾ കൂടി അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഉസ്താദേ ഈ മഹനീയരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റുന്ന നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അതിനുവേണ്ടിയാണ് മൂന്നാമതൊരാളാകാൻ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. രണ്ടുപേർക്ക് ചേർന്നിട്ടാണെങ്കിൽ പറയാം, 2-3 പേർക്ക് ചേർന്ന് നിന്നിട്ടാണെങ്കിൽ പറയാം. ഒരു പ്രാവശ്യം ഒരു 25,000 കൂടി അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ പടച്ചവനെ, കത്തിക്കാടുന്ന നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കത്തിയെരിയുന്ന ശരീരങ്ങളെ കുറിച്ച് പറയാൻ പോകുന്ന ഈ മഹനീയമായ വേദിയിൽ അബ്ദുറഹ്മാൻ എന്ന സഹോദരിത മൂന്നാമത്തെ ഒരാളായി പ്രവാചക പ്രേമിയായി മദീനയുടെ രാജകുമാരന്റെ അണികളായി പരലോകത്ത് എഴുന്നേറ്റ് വരാനുള്ള കൊതികൊണ്ട് ആഗ്രഹം കൊണ്ട് ആർച്ചുകൊണ്ട് 25,000 രൂപ പറഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കു റബ്ബേ. ആ സഹോദരങ്ങളുടെ സങ്കടം മാറ്റി കൊടുക്കണേ അല്ലാ, അവിടെ വിഷമം നീക്കി കൊടുക്കണേ അല്ലാ, അവരെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ, ക്യാൻസറും ട്യൂമറും കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിപ്പിക്കല്ലേ അല്ലാ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വെന്തിരിയുന്ന വിഭാഗത്തെ പറയുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി നമുക്ക് അത് വാക്കു പാലിക്കാൻ വേണ്ടി ചെയ്തേ പറ്റും. അവരോട് പറഞ്ഞ വാക്ക് ഹംസ എന്ന് പറയുന്ന സഹോദരൻ 10,000 രൂപ സെക്രട്ടറിയാണ് സംഘടനയുടെ. ജംസി ഹസാദ് നഗർ 10,000 രൂപ. കുലൂ തക്ബീർ. രണ്ട് സഹോദരങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഫാത്തിഹ ഓതി അതിന് മുമ്പ് സമാപന ദുആയല്ല, അത് കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്ത് സംഘാടകർ ചെല്ലുക. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതി ഈ പള്ളിയുടെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ഭർത്താവിനെ നീ പെട്ടെന്ന് മരിപ്പിച്ചെന്ന വിധവയാക്കല്ല അല്ലാഹ്. എന്റെ ഭർത്താവിനോട് സ്നേഹം മരിക്കുന്നത് വരെ നിലനിർത്തണേ അല്ല. മക്കളില്ലാത്തവർക്ക് അല്ലാഹുവേ നീ മക്കളെ തരണമല്ല. അങ്ങനെ പല നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ഫാത്തിഹ ഓതി തീർന്ന് 3 സലാത്ത് ദുആ ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഒരു സ്വർണത്തിന്റെ മുത്തെങ്കിലും സംഘാടകർ നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട ഈ സംഘാടക സമിതിയുടെ വാലന്റിയേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരും. ഏതെങ്കിലും സഹോദരി ഈ ഫാത്തിഹ ഓതി തീർന്ന് ദുആയ്ക്ക് മുമ്പ് أحمد الكبير رفاعي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ഇൻഷാ അല്ലാഹ് 3 സലാത്ത് ചൊല്ലി അവിടത്തേക്ക് ഈ ഫാത്തിഹ ഈ സദസ്സിൽ നിന്ന് ഓതിയ ഫാത്തിഹ ഹദീയ ചെയ്യാൻ പോവാണ്. ഇത്രയും സഹോദരിമാരിൽ എന്റെ ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിച്ചെന്നെ വിധവയാക്കരുത്. എന്റെ മക്കളെ ഉപ്പയെ മരിപ്പിച്ച് യതീമാക്കരുത്. എന്റെ കുടുംബത്തിന് കണ്ണീരും കയ്യുമായ അവസാന സമയം മറ്റൊരാളുടെ വീടിന്റെ നടയിൽ പോയി കൈനീട്ടുന്ന ഒരു അവസ്ഥ വരുത്തരുത് എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഏതെങ്കിലും സഹോദരിമാർക്ക് ഇൻഷാ അല്ലാഹ് ഒരു സ്വർണത്തിന്റെ മുത്തെങ്കിലും കൊടുത്തേക്കാൻ പറ്റുമെങ്കിൽ സന്തോഷത്തോടെ കൊടുത്തേക്കുക. ദുആയിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അല്ലാഹു തന്ന വലിയ സൗഭാഗ്യം നമ്മൾ തട്ടിക്കളയുക. അല്ലാഹു തന്ന മഹത്തായ ഭാഗ്യം നമ്മൾ ഒഴിവാക്കരുത്. ഈ മഹനീയ സദസ്സ് ഏതെങ്കിലും ഒരു സഹോദരിയുടെ ഭാഗത്ത് പോയോ?
ഒരു സ്ത്രീയുടെ ഒരു ഭാഗത്ത് ഏതെങ്കിലും സ്ത്രീകളിൽ നിന്ന് ഒരാൾ കിട്ടിയാൽ വേഗം സംഘാടകർ വരണം. കാരണം ഈ സമാപന ഭാഗം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാനുള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ, ഇത്രയും സഹോദരിമാരിൽ അള്ളാഹു തൗഫീഖ് ചെയ്ത്, അള്ളാഹു ഭാഗ്യം ചെയ്ത് എല്ലാ സദസ്സിലും ഞാൻ ദുആ ചെയ്യും. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറയ്ക്ക് പോവാണ് 13-ാം തീയതി. എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, എന്റെ ഉമ്മയെ കൊണ്ട് ഇവിടെ ദുആ ചെയ്യിപ്പിക്കും. ഞാനും പരിശുദ്ധ സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ, പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് 3 പേർ 25,000 രൂപ വെച്ച് കുറച്ചു, 2 പേർ 10,000 രൂപ വെച്ച് കുറച്ചു. ഇൻഷാ അല്ലാഹ് അതിന് 3 തികയ്ക്കാൻ മൂന്നാമത് ഒരു സഹോദരൻ കൂടി ഞാൻ 10,000 രൂപ കൊടുക്കാം ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത് ഒരു സുന്നത്തിന് വേണ്ടി 25,000-ന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഒരു അബ്ദുറഹ്മാൻ എന്ന സഹോദരനെ ഈ സദസ്സിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ 10,000 രൂപ 2 പേർ ഞാൻ ചോദിക്കാതെ കൊടുത്തു. അപ്പൊ അതിന് മൂന്നാമത്തെ ഒരാളായി ഒരു സുന്നത്ത് തികയ്ക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടുകൂടി എന്ന് എഴുന്നേറ്റ് ആ പേര് പറയാൻ പറ്റൂ. വളരെ റാഹത്താണ്. ഈ ദുആഇന് മുമ്പ് അൽഹംദുലില്ലാഹ് അതൊരു പൊരുത്തമാണ്. ഏതെങ്കിലും ഒരു സഹോദരൻ കൂടി അള്ളാഹു പടച്ച തമ്പുരാനെ സാക്ഷി നിർത്തി ഈ മഹനീയ വേദിയിൽ ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ വരുമാന മാർഗത്തിന് വേണ്ടി ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് മൂന്നാമത്തെ ഒരാളായി 10,000-ന് 2 പേര് പറഞ്ഞു. മൂന്നാമത്തെ ഒരാൾ കൂടി എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുന്നത്ത്, ആ ചര്യ മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ. അൽഹംദുലില്ലാഹ് ഒറ്റയാക്കൾ സുന്നത്ത് നിബിധങ്ങൾ പറഞ്ഞെങ്കിൽ ഈ സദസ്സിന്റെ പൊരുത്തത്തിന് വേണ്ടി, അതിന്റെ ഭംഗിക്ക് വേണ്ടി, നിബിധങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ 3 സ്വലാത്തിലെ ഇപ്പൊ ഒരു ദുആ ആ പ്രിയപ്പെട്ട സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് കിട്ടും. ആരാണോ അല്ലാഹു തിരഞ്ഞെടുത്തത് ആ വ്യക്തിക്ക് ഇൻഷാ അല്ലാഹ് പറയണം. മൂന്നാമത് ഏതെങ്കിലും ഒരാൾ 10,000 രൂപയ്ക്ക് ഒരാൾ കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് നിർത്തി നമുക്ക് ദുആ ചെയ്യാം. ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ട, നമ്മുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചിരുന്നെങ്കിലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്രയും വിശാലമായ സദസ്സിന്റെ ദുആ, ഇത്രയും വിശാലമായ സദസ്സിൽ നമ്മൾ കാണാത്ത മലക്കുകളുടെ ആമീൻ. മൂന്നാമത് ഒരു വ്യക്തിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞാൽ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഭാഗ്യം. അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അലവി പള്ള അൽഹംദുലില്ലാഹ് മൂന്നാമത്തെ വ്യക്തിയായി പറഞ്ഞിരിക്കുന്നു. ഖുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹ്, ഇവിടെ വന്ന മുഴുവൻ ജനങ്ങളും ബക്കറ്റിലേക്ക് സ്വതക്കയിട്ട് പോയവരാണ്. എങ്കിൽ പോലും അല്ലാഹുവേ, അതിൽ നിന്ന് 6 പേരെ തിരഞ്ഞെടുത്തു. 3 പേരെ 25,000 രൂപയ്ക്ക്, 3 പേരെ 10,000 രൂപയ്ക്ക്. അല്ലാഹുവേ, ആ 6 സഹോദരങ്ങളുടെ പേരിൽ ഈ സദസ്സ് ഉണ്ടടങ്ക മോദിയ ഫാത്തിഹ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധ മഖാമിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ സർവ്വ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മഹാമാരിയെ തൊട്ട് അല്ലാഹുവേ പടച്ചവനെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഒരു വിഷമവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിക്കുന്നതിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ചട്ടച്ചാൽ പള്ളത്തുങ്കാൽ ഹയാത്തുൽ ഇസ്ലാം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻഷാ അല്ലാഹ് 2013 മെയ് മാസം 28-ാം തീയതി ഈ വിനീതന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. വിഷയം നമ്മുടെ ശത്രുക്കൾ എന്ന വിഷയമാണ്. നമ്മുടെ ശത്രുക്കളല്ല, നമ്മുടെ ശത്രു എന്ന വിഷയമാണ്. അല്ലാഹു തആല അത് മനസ്സിലാക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. മെയ് മാസം 28-ാം തീയതിയാണ്. അതുപോലെ മെയ് മാസം ആദ്യവാരം 7-ാം തീയതിയാണ് കീഴൂർ മക്കാമിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ട് മിസ്റിലെ മാണിക്യം എന്ന വിഷയം, അഥവാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജീവിത ചരിത്രമാണ്. അൽഹംദുലില്ലാഹ്, വളരെ ഗുണപാഠമുള്ള ആ ചരിത്രം, ആ വിഷയം ശ്രവിക്കാൻ നിങ്ങൾ എല്ലാവരും എത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.
മെയ് മാസം 29-ാം തീയതി, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മെഗ്രാൽ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് അറിയിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ നിന്ന് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു സഹോദരൻ 1000 രൂപ ഈ സദസ്സിലേക്ക് സുറക്കയായി കൊടുക്കുന്നു. പാസ്പോർട്ട് 1.5 വർഷമായി കോടതിയിലാണ്. ഓരോ ആഴ്ചയും അത് കിട്ടുമെന്ന് പറയുന്നതല്ലാതെ കിട്ടുന്നില്ല. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി 500 രൂപ സുറക്ക നൽകിയിരിക്കുന്നു. സുഖ പ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സഹോദരി ഒരു 100 രൂപ. അതുപോലെ ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു പ്രിയ സഹോദരൻ ധാരാളം ദുആ വസിയത്തുകൾ ഈ സദസ്സിൽ വായിച്ചു. 2 ദുആ വസിയത്തുകൾ വായിച്ചു. ഇൻഷാ അല്ലാഹ് അത് അവർക്കൊക്കെ വേണ്ടി മനസ്സിൽ കരുതി ഞാൻ ദുആ ചെയ്യും എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സംശയം, ബൽക്കീസ് രാജ്ഞിയുടെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം ഞാൻ പ്രസംഗിച്ച ആ വിഷയത്തിൽ ഒരു ദിക്ർ ആ കാസറ്റിൽ കൊടുത്തിട്ടില്ല. അത് നമ്മളെ കാസറ്റ് അത് അനുവാദമില്ലാതെ ഇറക്കിയ ഒരു CD ആയതുകൊണ്ടാണ്. അവിടെ റെക്കോർഡിംഗ് ഉണ്ടായില്ലല്ലോ. റെക്കോർഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് പിന്നെ കൊല്ലം ജില്ലയിൽ പറഞ്ഞിറക്കാമായിരുന്നു. പക്ഷെ അവിടെ റെക്കോർഡിംഗ് ഇല്ല എങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഇറക്കിയപ്പോൾ വന്ന ഒരു പാളിച്ചയാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ്. അത് ഞാൻ ആധികാരികമായി ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കൾ, ഒരൊറ്റ ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്കിന്ന് ഇൻഷാ അല്ലാഹ് ദുആരക്കാം. അല്ലാഹു ഈ നല്ല മജ്‌ലിസ്, ഇന്ന് 2ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ, വിശാലമായ ആ വിഷയങ്ങളെ സംസാരിച്ചുകൊണ്ട് ഉസ്താദുമാർ നമ്മുടെ മജ്‌ലിസിലേക്ക് വരാനുണ്ട്. നാളെ ബഹുമാനപ്പെട്ട കാഞ്ഞാർ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് തിരക്കു പിടിച്ച പ്രഭാഷകനാണ്. എങ്കിൽ പോലും അൽഹംദുലില്ലാ ഈ സ്വർഗീയ വേദിയിലെ പ്രിയപ്പെട്ട സംഘാടകരോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം നാളെ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംശയമുണ്ട്, വരുവോ ഫലസ്തീനിലാണോ, ഈജിപ്തിലാണോ, ഖത്തറിലാണോ, എപ്പോഴും വിദേശ രാജ്യത്താണ്, പുള്ളി നാട്ടിലൊന്നുമില്ല. അപ്പോ അവിടെ നിന്ന് എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇൻഷാല്ലാഹ് അവിടെ ഒന്നും പോയിട്ടില്ല, നാട്ടിൽ തന്നെയുണ്ട്. നാളെ എത്തും. ഇന്ന് പാലക്കാടാണ്, അത് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നരകത്തെ കുറിച്ച് അതിന്റെ ഒരു ഭാഗം, 2ാം ഭാഗം ഇൻഷാല്ലാഹ് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു ഭാഗം എന്ന് നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി വിചാരണ കൂടാതെ നരകത്തിൽ കിടക്കുന്ന 6 വിഭാഗമുണ്ട്. ചോദ്യമില്ല, പറച്ചില്ല, നേരെ ഡയറക്റ്റ് നരകത്തിൽ. അതൊക്കെ ഇൻഷാ അല്ലാഹ് അത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. ഒരൊറ്റ കാര്യം കൂടി എന്ന് പറയാനുണ്ട്. അത് പറഞ്ഞു തീർന്നാൽ പിന്നെ സ്വർഗം എത്ര സുഖകരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട കബീർ ഉസ്താദ് നാളെ ഇൻഷാ അല്ലാഹ് പ്രഭാഷണം നടത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകത്തിന്റെ കുഴിയെക്കുറിച്ച് ചോദിച്ച സഹാബികൾ, നരകത്തിന്റെ ഏറ്റവും ശക്തമായ അദാബിനെ കുറിച്ച് ചോദിച്ച സഹാബികൾ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ആരായെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അല്ലാഹു പടച്ച തമ്പുരാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത് മുനാഫിഖീങ്ങളെയാണ്, കപടന്മാരെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പറയുമ്പോ മുനാഫിഖീങ്ങൾ ആരെന്നറിഞ്ഞുകൂടാതിരിക്കുന്ന സഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തതാ. മുനാഫിഖിന്റെ അടയാളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതിലൊന്ന് ഇദാ ഹദ്ദസ കദബാ, സംസാരിച്ചാൽ കളവ് മാത്രം പറയുന്നവരാണ്, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവരാണ്, വാക്കു പറഞ്ഞാൽ പാലിക്കാത്തവരാണ്. അല്ലാഹുവേ, അങ്ങനെ മാനുഷിക മൂല്യങ്ങളെ തച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന ദുർബോധനങ്ങളുമായി പിശാച് കടന്നു വരുന്ന ചിന്തകളുമായി ജീവിക്കുന്നവരെ, ആ കപടമുഖമുള്ളവർക്ക് നിങ്ങൾക്ക് നരകത്തിന്റെ അടിത്തട്ടാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിർത്തുമ്പോ പേടിച്ചുകൊള്ളുക സഹോദരങ്ങളെ. പൊട്ടിക്കരഞ്ഞു പോണ പാറക്കല്ലിന്റെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് നമുക്ക് കണ്ണീരെടുക്കാം. അല്ലാഹുവേ, പടച്ചവരേ, ഈ കണ്ണീര് നമ്മിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്തുകൾ, ഫാത്തിഹ നമ്മൾ ഓതി, ഇടയിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി, അതെല്ലാം ഇപ്പൊ നമുക്ക് ഹദിയ ചെയ്ത് നിയ്യത്ത് ചെയ്ത് ദ്വാരന്ന് പിരിയാം. ഈ സ്വർഗത്തിന്റെ വേദിയെ അല്ലാഹു ധന്യമാക്കി തരട്ടെ. ഈ സ്വർഗത്തിന്റെ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കി തരട്ടെ. നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതെ മൗവൽ മുസ്ലിം മഹല്ല് നിറഞ്ഞു കവിഞ്ഞു പോയ ഈ സ്വർഗീയ ആരാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഇജാബത്തുള്ള വേദിയാക്കി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. രണ്ട് ചെറിയ സ്വർണ്ണാഭരണം, പേര് പറയാത്ത ഒരു സ്ത്രീ, എല്ലാ വിഷമവും തീരാൻ അൽഹംദുലില്ലാ. ഒന്നുകൂടെ ചെല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെല്ല്. ഈ സമാപന സമയത്ത് ആ സഹോദരിക്ക് ഒരു വലിയ സൗഭാഗ്യം. എത്രയോ സ്വർണ്ണാഭരണം ശരീരത്തണിഞ്ഞവരുണ്ട്, എത്രയോ സ്വർണ്ണം അല്ലാഹു തന്നവരുണ്ട്. ഇത്ര
ഇത്രയും സഹോദരിമാരിൽ നിന്നും ഒരാളെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഇൻഷാ അല്ലാഹ് ഈ വിനീതന്റെ ശബ്ദം നിലനിൽക്കുന്നിടത്തോളം ആ സഹോദരിക്ക് വേണ്ടി ഞാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. എല്ലാ മജ്‌ലിസിലും നാളെ കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് യുവാക്കളെ ഇതിലെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുകയാണ്. ആ മജ്‌ലിസിൽ അതിനുശേഷം മലപ്പുറം വളാഞ്ചേരിയിലെ മജ്‌ലിസിൽ വെള്ളിയാഴ്ച രാവിലെ അനാഥ മക്കളുള്ള മജ്‌ലിസിൽ അതെല്ലാം കഴിഞ്ഞ് ഈ വിനീതന് ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോയാൽ അവിടെ ദ്വാരകം എന്ന വാക്കിന് പകരം ഒരു സഹോദരിക്ക് അല്ലാഹു സൗഭാഗ്യം കൊടുത്തു. കാതിലെ 2 കമ്മൽ അൽഹംദുലില്ലാഹ് അഴിച്ചിറങ്ങിയിരിക്കും. അല്ലാഹു ആ സഹോദരിയെ സ്വീകരിക്കുക. സൗഭാഗ്യവതിയാണ്. ഏതെങ്കിലും സഹോദരിമാർക്കിന് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ. ആ സഹോദരി എഴുതിയിട്ടുള്ളത് വിഷമം പ്രയാസങ്ങൾ തീരണം, അതിന്റെ കൂടെ നരകമോചനം വേണം. സ്ത്രീകളാണ് കൂടുതൽ നരകത്തിൽ. കാരക്കയുടെ ഒരു ചീന്തെങ്കിലും കൊടുത്ത് സ്വതക്ക ചെയ്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് പകരമായി കാതിലിന്റെ രക്തം പുരണ്ട കമ്മലൂരി കൊടുത്ത യുദ്ധത്തിന്റെ മുതലിൽ ഇതാരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഇത് ഖദീജ ബീവിയുടേതാണ് സഹാബികൾ പറഞ്ഞെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിന്റെ രാജകുമാരി എന്ന് നബിതങ്ങൾ പറഞ്ഞെങ്കിൽ ഈ സ്വർഗീയ വേദിയിൽ ഫ്ലൈ ഗോൾഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ പരിപാടിയുടെ പരസ്യമൊക്കെ തന്ന ആ പ്രിയപ്പെട്ട ആ സഹോദരൻ ആ സ്ഥാപനത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഒരു സ്വർണ്ണ മോതിരം അതിന്റെ ബറക്കത്തിനും എല്ലാ സദസ്സിലും ഈ നൗഷാദ് ബാക്കി പോകുന്ന എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലാഹു സ്വീകരിച്ചു. പേര് പറയാത്ത ഒരു സ്ത്രീ ഒരു സൗഭാഗ്യം കൂടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു സ്വർണ്ണത്തിന്റെ മുത്ത്. അള്ളാഹുവിനെ നീ കബൂലാക്കണേ. അവരൊക്കെ നീ തിരഞ്ഞെടുത്തവരാണ്, നീ ഇഷ്ടപ്പെട്ടവരാണ്. അതാണ് ഈ സമാപന സമയം അവർക്ക് ധരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. എത്രയോ സമ്പന്ന വർഗത്തിന്റെ ഭാര്യമാർ പെൺമക്കളുടെയുണ്ട്. പക്ഷേ സ്വർഗീയ ആരാമത്തിൽ നീ ഇഷ്ടപ്പെട്ട പൊരുത്തമുള്ളവർക്കല്ലാതെ ആ ഒരു സൗഭാഗ്യം നീ കൊടുക്കൂല. അള്ളാഹുവേ, മഹാന്മാരുടെ കാവലുള്ള മാലാഖമാരുടെ ഹദറത്തുള്ള ഈ മജ്‌ലിസിൽ അവർക്കൊക്കെ നീ അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്. സമീർ എന്ന മറ്റൊരു സഹോദരൻ 3000 രൂപ ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് 13 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് ദമ്പതികൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത് സംഘാടകർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉനൈസ് എത്ര രൂപ? 1000 രൂപ. കർണാടക സുല്ലിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അള്ളാഹു ആ പ്രിയ സഹോദരൻ അനുഗ്രഹിക്കട്ടെ. ആ സഹോദരന്റെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉനൈസ് എന്ന സഹോദരൻ, ആ സഹോദരൻ അള്ളാഹു ധാരാളം സ്വതക്ക ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. ദ്വാരക്കാൻ പോണ സ്ത്രീയുടെ ഭാഗം എല്ലാവരും വന്നു. ഈ ആരെങ്കിലും തരികയാണെങ്കിൽ ബാക്കിയിടയിൽ ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്നാൽ മതി. പൊരുത്തക്കേടില്ല, ഞാൻ ദുആ ചെയ്തോളാം. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, ഈ സ്വർഗത്തിന്റെ വേദിയെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നരകം കണ്ടുകൊണ്ട് മരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മരിക്കുന്ന സമയം സ്വർഗീയ സുഖം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സ്വർഗീയ ആനന്ദവും ആഹ്ലാദവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ മാലാഖമാരുടെ തണലേറ്റുകൊണ്ട് മരണപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഈ പള്ളിയിൽ നടന്നു വരുന്ന ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ മേലുള്ള റാത്തീബ് നീ നിലനിർത്തണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നാടിന്റെ രോഗശാന്തി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ രോഗം ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കരുണക്കടലായ അല്ലാഹ്, ഷാഫിയായ കാഫിയായ റബ്ബേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇന്നൊരു പ്രിയപ്പെട്ട ഉമ്മ 9 വയസ്സുള്ള പൊന്നുമോളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയ ആ പൊന്നുമോൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. 5-6 വയസ്സായ 7-8
വയസ്സായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ട്യൂമർ കൊടുക്കല്ല അല്ലാ, മാരക രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, കഷ്ടപ്പാടും കണ്ണീരും കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സമയം ഈ സദസ്സിൽ നിന്ന് വാതു പറഞ്ഞു മരിക്കുന്നത് വരെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ, എന്റെ പരിപാടി നടത്തിയവർക്ക് എന്നെ നല്ലതുപോലെ അറിയാം. ഒരു രൂപ പോലും ഇന്ന് വരെ ചോദിച്ചു വാങ്ങിയിട്ടില്ല. അല്ലാഹുവേ, ഒരു നിബന്ധന പോലും പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർമാര് നിബന്ധനയോടുകൂടി പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ ജനങ്ങളെ പേടിച്ചുകൊണ്ടല്ല ഭക്ഷണത്തിന് വേണ്ടി പോലും ഇന്ന് വരെ ഒരു നിബന്ധന പറയാത്തവനാണ്. എന്നെ മനസ്സിലാക്കാൻ ഈ വിനീതന്റെ ശത്രുക്കൾക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടിയിട്ട് മുഖം നോക്കാതെ, പണം നോക്കാതെ, പവർ നോക്കാതെ മരിക്കുന്നത് വരെ നസീഹത്ത് നടത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ദുബായിൽ നിന്ന് ദ്വാരക്കാൻ വിളിച്ചു പറഞ്ഞ കലാമെന്ന സഹോദരനെ അനുഗ്രഹിക്കല്ല. സഹോദരന്റെ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കണയല്ല. അല്ലാഹുവേ, പെങ്ങളെ അനുഗ്രഹിക്കണയല്ല. ആ സഹോദരന്റെ കൂടെ എന്റെ സുഹൃത്തായ റഹീം എന്ന് പറയുന്ന സഹോദരൻ ഈ സദസ്സിലുണ്ട്, നീ അനുഗ്രഹിക്കണയല്ല. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണയല്ല. അല്ലാഹുവേ, സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണയല്ല. പരയങ്കാലത്ത് നിന്ന് വന്ന ഹംസ എന്ന സഹോദരൻ ഉൾപ്പെടെ, അല്ലാഹുവേ, ഹദ്ദാദ് നഗറിലെ പ്രിയപ്പെട്ട കൂട്ടുകാരുൾപ്പെടെ, റഹ്മാനായ പടച്ചവനെ, കാസർഗോഡ് ജില്ലയിലെ പൗലും മൗലുമായി, നീലേശ്വരത്തും മഞ്ചേശ്വരത്തുമായി, കാസർഗോഡ് ജില്ലയിലെ കീഴൂരും അതുപോലെ നെല്ലിക്കുന്നും ഉൾപ്പെടെ ഒരുപാട് സദസ്സിലുള്ള നൂറുകണക്കാരെ കൂട്ടുകാർ ദ്വാരക്കാ പറഞ്ഞിട്ടുണ്ട്. അവരെ മുഴുവനും അനുഗ്രഹിക്കണയല്ല. മാലിക് ദീനാറിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദ്വാരക്കാ പറഞ്ഞതുപോലെ, പടന്നയിലെ സഹോദരങ്ങൾ ദ്വാരക്കാ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, കല്ലക്കട്ടയിലെയും അതുപോലെ റഹ്മാനായ പടച്ചവനെ കൊട്ടിക്കുളത്തെയോ സഹോദരങ്ങൾ ദ്വാരക്കാ പറഞ്ഞതുപോലെ, അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ പടച്ചവനെ, കാഞ്ഞങ്ങാട് പരിസരത്തുള്ള അരയിൽ മുസ്ലിം ജമാഅത്ത് പോലെ, കുമ്പള പോലെയുള്ള, ഉപ്പള പോലെയുള്ള, ആരിക്കാടി പോലെയുള്ള നൂറുകണക്കിന് സ്ഥലത്തിരുന്ന് ദുആ വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട്. അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഉസ്താദുമാരെ എത്തിക്കാൻ ശ്രമം നടത്തുന്ന അശറഫ് സാഹിബ് ഉൾപ്പെടെയുള്ള, ഹംസ ഉൾപ്പെടെയുള്ള ഈ സംഘാടക സമിതിയിലെ മുഴുവൻ സുഹൃത്തുക്കളുള്ള സഹോദരങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാ. മഹല്ലിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ ഉൾപ്പെടെയുള്ള ഖത്തീബ് ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കുമല്ലോ ഈ സദസ്സിന്റെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, ഉംറ ചെയ്യാതെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഏപ്രിൽ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും കൊണ്ട്, ഭാര്യയും മക്കളെയും കൊണ്ട് ഉംറയ്ക്ക് പോകണമെന്ന് അതിയായ കൊതിയുണ്ട്. എല്ലാം ശരിയായിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു തടസ്സവും നീ തരല്ല റബ്ബേ. കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മായ അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിലും ഹറം ശരീഫിലും